മനുഷ്യോൽപത്തി മുതൽക്ക് ആരംഭിക്കുന്നു വേദനയെ, രോഗങ്ങളെ ഒക്കെ നിയന്ത്രണത്തിലാക്കാനും പ്രതിരോധിക്കാനും ഉള്ള അവൻ്റെ ശ്രമങ്ങളുടെയും ചരിത്രം. പ്രകൃതിയിൽ നിന്ന് ലഭ്യമായവയെ സ്വന്തം ചോദനകൾക്കനുസരിച്ച് പരീക്ഷിച്ച്, ലഭ്യമായ അറിവുകളെ പുനഃപരീക്ഷിച്ച് കാലത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട പ്രാദേശികമായ പലതരം ചികിത്സാ രീതികൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അതിൽ കരുത്തുള്ളവ കാലത്തെ അതിജീവിച്ചു. മനഃശരീരയുക്തമായ മനുഷ്യനെന്ന സമഗ്രതയെ പ്രകൃതിയുടെ തന്നെ ഭാഗമായി ദർശിച്ച ആയുർവേദം ഒരു ചികിത്സാരീതി മാത്രമല്ല, ഏത് കാലഘട്ടത്തിലും പ്രസക്തമായ കാഴ്ചപ്പാടുകളും ദർശനങ്ങളുമായി മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന ജീവിത രീതി കൂടിയാണ്. ആധുനികമാണ് ആയുർവേദം എന്ന ഈ വിഷയത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ചർച്ചയുടെ തുടക്കത്തിലായി പ്രിയപ്പെട്ട മുരളി സാറോട് ചോദിക്കാം, പ്രമേഹത്തെ അതിജീവിക്കാം ആയുർവേദത്തിലൂടെ എന്നൊരു പുസ്തകം തന്നെ സാറ് എഴുതിയിട്ടുണ്ട്. രോഗിക്ക് മാത്രമല്ല ആരോഗ്യവാനും കൂടി ചികിത്സ നിർദ്ദേശിക്കുന്ന ശാസ്ത്രമാണ് ആയുർവേദം. ആതുരൻ്റെ രോഗം മാറ്റുന്നത് പോലെ പ്രധാനമാണ് ആരോഗ്യവാൻ്റെ സ്വാസ്ഥ്യ സംരക്ഷണവും എന്നാണ് ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാട്. ഇന്നത്തെ കാലത്താണെങ്കിൽ പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോൾ എന്ന മാരക കോംബോ ഓഫറാണ് ശരിക്കും ചിട്ടയില്ലാത്ത ജീവിതം നമുക്ക് നൽകുന്നത്. ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങളിൽ ആയുർവേദത്തിൻ്റെ സാധ്യതകളെപ്പറ്റി ഡോക്ടറുടെ അഭിപ്രായം എന്താണ് എന്ന് നമുക്കറിയാം. നമസ്കാരം. ഇങ്ങനൊരു അവസരം നൽകിയ മാതൃഭൂമിയുടെ എല്ലാ മാനേജ്മെൻറ്റ് പ്രതിനിധികളോടും മറ്റുള്ളവരോടും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഇവിടെ സംസാരിക്കാൻ എന്നോട് മോഡറേറ്റർ തുടങ്ങാൻ പറഞ്ഞിരിക്കുന്നത് ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെടുത്തി തുടങ്ങണമെന്നാണ് സൂചന. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ളത് ഒരു പുതിയ സങ്കല്പമല്ല എന്നുള്ളതാണ്. ആയുർവേദത്തിൽ തന്നെ സദാതുരന്മാർ എന്നൊരു വിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എവർ സിക്ക് പേഴ്സൺസ്, സദാതുരന്മാരെക്കുറിച്ച് ആയുർവേദത്തിൽ തന്നെ ഇത്രയും കാലം മുമ്പ് പറഞ്ഞു വച്ചിട്ടുണ്ട്. പക്ഷെ അവരാരായിരുന്നു എന്നറിയുമ്പോഴാണ് ഏറ്റവും നമുക്ക് ഇപ്പോഴത്തെ കാര്യവുമായിട്ട് കമ്പയർ ചെയ്യാൻ വളരെ എളുപ്പം. അതിൽ ആദ്യം വരുന്നത് പുരോഹിതന്മാരാണ്. പുരോഹിതന്മാർക്ക് അവരുടെ കർമ്മങ്ങളും ധർമ്മങ്ങളും അനുഷ്ഠിക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള ബോധം മാറ്റിവെച്ച് അവരവരുടെ ജോലിയിൽ വ്യാപൃതരായിരുന്നു. ഇനി രണ്ടാമത് വണിക്കുകളാണ്, കച്ചവടക്കാരാണ്. കച്ചവടക്കാരെപ്പോഴും കണക്കുകളുടെ ലോകത്താണ്. അപ്പോൾ അവർക്കും അവരുടെ ജീവിതത്തെക്കുറിച്ചോ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചോ ഒന്നും അവർക്കും വലിയ കുറേ സമയം ചെലവഴിക്കാനില്ല. അവരുടെ ലക്ഷ്യം മറ്റൊന്നാണ്. ഈ മറ്റൊന്നുള്ളത് പ്രോസ്റ്റിറ്റ്യൂട്ട്സാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ദോഷിപ്പിച്ച് ജീവിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ ധർമ്മം അഥവാ ലക്ഷ്യം. ഇങ്ങനെ വരുമ്പോൾ അവരൊക്കെ അവരുടെ ജീവിതയാത്രയിൽ പലതരത്തിലുള്ള ക്ലേശങ്ങളെ സ്വയം അനുഭവിക്കുകയും അത് ക്രമേണ രോഗങ്ങളായി മാറുകയും ചെയ്തുകൊണ്ടാണ് സദാതുരന്മാർ എന്ന് അവരെ ആ കാലഘട്ടത്തിൽ വിശേഷിപ്പിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത് ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെയാണ് ഈ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റം. കൂടുതൽ പേരും അക്ഷരങ്ങളെക്കാൾ അക്കങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ, കൂടുതൽ പേരും അവരുടെ ഈ ജോലിയിൽ വ്യാപൃതരായപ്പോൾ, ലക്ഷ്യം ആരോഗ്യ സങ്കല്പം തന്നെ മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ സദാതുരന്മാരുടെ കാലഘട്ടം വീണ്ടും വന്നിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. ഓരോരുത്തരുടെ ജോലിയിലും വ്യത്യാസമുണ്ടെങ്കിലും ആരോഗ്യത്തിനെക്കുറിച്ച് ആരോഗ്യം ശരിക്കും കൾട്ടിവേറ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ്. അങ്ങനെ ഒരു ദിവസം കൂടി ഇറ്റ് ഈസ് നോട്ട് എ പർച്ചേസബിൾ കമ്മോഡിറ്റി എന്ന് നാം അടിവരയിട്ട് ആദ്യം പറയണം. ഇതാണ് ആയുർവേദം പറയുന്നത്. ഇത് നമുക്കിപ്പോൾ ബോധ്യമായി കഴിഞ്ഞ കാലമാണ്. ചില കോവിഡൊക്കെ വന്നപ്പോൾ നമുക്ക് അവസാന ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലായി, നീ തന്നെയാണ് നിൻ്റെ ഔഷധം, നീ തന്നെയാണ് നിൻ്റെ ആശുപത്രി, നീ തന്നെയാണ് നിൻ്റെ രക്ഷകൻ എന്ന ഒരു ഘട്ടത്തിൽ നിന്ന് കൂടെ ഞാൻ കടന്നു പോയപ്പോൾ നാം മനസ്സിലാക്കി. ആ ഒരു ബോധം തിരിച്ചു കൊണ്ടുവരികയാണ് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് വിമുക്തി നേടി എങ്ങനെയാണ് നാം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിൻ്റെ ദിശാസൂചകങ്ങളാണ് ഉള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ തുടക്കത്തിലായിട്ട് പറയാനുള്ളത്. പ്രമേഹത്തിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് വഴിയേ വരാം. അപ്പോൾ തുടക്കമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം ഇതാണ്. എന്തെല്ലാമാണ് സ്വസ്ഥവൃത്തം അഥവാ പ്രിവെൻറ്റീവ് മെഡിസിനായിട്ട് ആയുർവേദം പറയുന്നത്? ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം. അപ്പോൾ ബ്രാഹ്മമുഹൂർത്തമൊക്കെ മാറിയില്ലേ? ഇപ്പോൾ രാവിലെ 5:10 എഴുന്നേൽക്കാൻ, സൂര്യോദയത്തിന് ഇത്തരം സമയം മുമ്പ് എഴുന്നേൽക്കാൻ നമുക്ക് കഴിയുമോ? നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് സാധ്യമാണോ? ഇവിടെ ഈ ബ്രഹ്മമുഹൂർത്തം എന്നുള്ളതിന് അങ്ങനെ ഒരർത്ഥം മാത്രം കൊടുക്കേണ്ടതില്ല.
എന്നാണ് എൻ്റെ ഒരു സമയബന്ധിതമല്ല ബ്രാഹ്മമുഹൂർത്തം. പലരുടെ ജീവിതത്തിലും പലതരം മുഹൂർത്തങ്ങളെയും പലതര ജീവിതത്തിന് സമയത്തെ നമുക്ക് ബ്രാഹ്മമുഹൂർത്തം എന്ന് വിളിക്കാൻ സാധിക്കും പുതിയ മാറിയ കാലഘട്ടത്തിൽ. പിന്നെ പ്രഭാത സവാരിയെക്കുറിച്ച് പറയുന്നു. നമ്മുടെ ഈ പ്രഭാത സവാരി എന്ന് പറയുന്നത് ഒരു എക്സസൈസ് മാത്രമല്ല, ഒരു വ്യായാമം മാത്രമല്ല. പ്രഭാതത്തോടൊപ്പം സവാരി ചെയ്യുക, പ്രഭാതത്തെ കാണുക, പ്രഭാതത്തിൻ്റെ മാറ്റങ്ങൾ അനുഭവിക്കുക, അവിടെ അറിഞ്ഞു നിൽക്കുന്ന പോസിറ്റീവ് എനർജിയെ നമ്മളിലേക്ക് സ്വാംശീകരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു മാറ്റം, അതൊക്കെ ഏത് കാലഘട്ടത്തിലും ഏത് സ്ഥലത്തും ഇതിനൊക്കെ പ്രസക്തിയുണ്ട്. നാം പ്രഭാതം കാണാത്തവരായി. സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ മറയുന്നു, രണ്ടും കാണാനുള്ള ഭാഗ്യം നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ പ്രഭാത സവാരി എന്ന് ചെയ്യുന്നവരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ പ്രഭാതം കാണലല്ല, പ്രഭാതത്തോടൊപ്പം സവാരി ചെയ്യലാണ്. ആ സമയത്തുണ്ടാകുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളലാണ്. ആ മാറ്റങ്ങളിലൂടെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള എനർജി സ്വരൂപിക്കലാണ്. അതും ബ്രാഹ്മമുഹൂർത്തമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രമേഹത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എന്താണ് പ്രമേഹം? ഷുഗർ കൂടുന്നൊരവസ്ഥ എന്നാണ് ഇപ്പോൾ എല്ലാവരും സാമാന്യം ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഷുഗർ കുറേ ആളും മരുന്ന് കഴിച്ചാൽ പ്രമേഹം മാറുമോ? ഇല്ല എന്നുള്ളതാണ് നമുക്ക് തെളിയിക്കപ്പെട്ടിട്ടുള്ള സത്യം. ഷുഗർ കൺട്രോൾ എന്നുള്ളത് പ്രമേഹ ചികിത്സയിലെ ഒരു ഘടകം മാത്രമേ ആകുന്നുള്ളൂ എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു പ്രമേഹ രോഗിയുടെ ടോട്ടൽ ബയോകെമിസ്ട്രി മാറുന്നു. ഈ ബയോകെമിസ്ട്രിയിൽ വരുന്ന മാറ്റങ്ങളുടെ പ്രതിഫലനമാണ് പിന്നീടുണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസിനൊക്കെ കാരണം. ഈ കോംപ്ലിക്കേഷൻസ് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം? ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. പ്രമേഹ രോഗികളിൽ ഏറ്റവും കാണുന്ന, പ്രമേഹ രോഗികളെന്നല്ല പലരിലും കാണുന്നൊരു അസുഖമാണ് ഡ്രൈനസ് ഓഫ് ഐസ്. ഇന്നത്തെ കാലത്ത് എന്തുകൊണ്ടാണ് ഈ ഡ്രൈനസ് ഓഫ് ഐസ് വന്നത്? നമ്മൾ വായിക്കുന്ന ആ മീഡിയം മാറി. കടലാസിലെ അക്ഷരങ്ങളല്ല നമ്മളിപ്പോൾ കൂടുതൽ പേരും വായിക്കുന്നത് സ്ക്രീൻ റീഡിംഗ് ആണ്. ഈ സ്ക്രീൻ റീഡിംഗ് ശരീരത്തിന് ബ്രെയിനിനകത്തുണ്ടാക്കുന്ന ദൃഷ്ടിപഥത്തിനുണ്ടാക്കുന്ന മാറ്റങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അങ്ങനെ വരുമ്പോൾ കുറേയധികം സ്ക്രീൻ റീഡിംഗ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കണ്ണിൻ്റെ നനവ് വറ്റിപ്പോകുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നത്. ഈ കണ്ണിൻ്റെ നനവ് വറ്റുന്നത് തടയാനാണ് ആയുർവേദത്തിൽ എണ്ണ തേച്ച് കുളിയെക്കുറിച്ച് പറഞ്ഞത്. എണ്ണ തേച്ച് കുളിയുടെ ഗുണം എന്താണെന്നാണ് പറഞ്ഞത്? വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. ജരാനരകളെ തടയും എന്നൊരു വരിയുണ്ട് അതിനകത്ത്. ഇവിടെ ജര എന്താണ്? ചുക്കിച്ചുളിച്ചിലാണ്, ഡ്രൈനെസ്സാണ്. അപ്പോൾ തലയിൽ എണ്ണ തേച്ച് കുളിക്കാൻ പ്രമേഹ രോഗിയോട് നമ്മൾ ആരും നിർദ്ദേശിക്കാറില്ല. അഥവാ എണ്ണ തേച്ച് കുളി എന്തോ പുറത്ത് മാത്രം നടക്കുന്നൊരു സംഭവമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയോ വ്യാഖ്യാനിക്കപ്പെടുകയോ ചെയ്യുന്നു. വാസ്തവത്തിൽ സ്ഥിരമായി എണ്ണ തേച്ച് കുളിച്ചാലുണ്ടാകുന്ന മെച്ചം ഈ ജര, കണ്ണിനകത്തുള്ള ജര ഇല്ലാതാകുന്നു. അപ്പോൾ പ്രമേഹ രോഗിക്ക് ഒരു എണ്ണ തേച്ച് കുളിക്കാൻ, രോഗിയാണെന്ന് തിട്ടപ്പെടുത്തി കഴിഞ്ഞാലെങ്കിലും ഒരു എണ്ണ തേപ്പ് ആവശ്യമായി വരുന്നു. ഇതുപോലെ തന്നെയാണ് ഫുഡ് കെയറിൻ്റെ കാര്യത്തിലും. പാദരക്ഷ, പ്രമേഹ രോഗിക്ക് പാദരക്ഷ പ്രത്യേകം ആവശ്യമാണ്. അത് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അത്രയും വിശദീകരണം ഞാൻ കൊടുക്കുന്നില്ല, അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ അന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോഴും വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഏറ്റവും പുതുതായിട്ട് പറഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ പ്രമേഹ രോഗികൾ ശ്രദ്ധിക്കണം. ആഹാര കാര്യത്തിൽ പണ്ട് പറഞ്ഞു വെച്ചതല്ല, ഇപ്പോൾ നമ്മൾ മില്ലറ്റ്സിലേക്ക് കടന്നു. നല്ലൊരു മാറ്റമായിട്ടാണ് ആയുർവേദവും നമ്മളെല്ലാവരും വൈദ്യശാസ്ത്രം അതിനെ കാണുന്നത്. എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്? നമുക്ക് ചുരുക്കി പറഞ്ഞാൽ, നമ്മളിപ്പോൾ ആഹാരത്തിൻ്റെ കാലം പോയി പലഹാരത്തിൻ്റെ കാലം വന്നു. ഇപ്പോൾ ആഹാരത്തേക്കാൾ കഴിക്കുന്നത് നമ്മൾ പലഹാരമാണ്. ഈ പലഹാരത്തിൻ്റെ വൈവിധ്യം, വർണ്ണമാവട്ടെ രുചിയാവട്ടെ, അതൊക്കെ വളരെ പ്രലോഭിപ്പിക്കുന്നതാണ്. ആഹാരം എന്ന് പറഞ്ഞാൽ വിശപ്പ് മാറുന്നത് വരെ, അല്പം കൂടി കഴിഞ്ഞാൽ അല്പം കൊതി മാറുന്നത് വരെ കഴിക്കുമ്പോൾ പലഹാരം നമ്മളറിയാതെ നമ്മളിലേക്ക് എത്തുന്നൊരു സാധനമാണ്. അപ്പോൾ മുൻപ് പറഞ്ഞിരുന്നു, എന്താ പറഞ്ഞിരുന്നത്? നിത്യവും 6 രസങ്ങളും കഴിക്കണം, അതിൽ തന്നെ മധുരം അധികം കഴിക്കണം. അന്ന് എന്താ ഈ മധുരം അധികം കഴിച്ചിരുന്നത്? അവിടെ ഇൻസ്റ്റൻറ്റ് എനർജിയാണ് ആവശ്യമുണ്ടായിരുന്നത്. അന്നത്തെ തൊഴിൽപരമായ പ്രത്യേകതകൾ കൊണ്ട് മസിൽസിനായിരുന്നു അല്ലെങ്കിൽ ആ എനർജി ആവശ്യമായിരുന്നു. ഇന്നത്തെ ആ സമ്പ്രദായമൊക്കെ മാറി നമ്മുടെ. അപ്പോൾ എന്താ വെച്ചാൽ ആ വരുന്ന ലോ കാർബോഹൈഡ്രേറ്റ് മതി നമുക്ക്. അപ്പോൾ അത് കൂടുതൽ അതിൻ്റെ സോഴ്സായിട്ടാണ് നാം മില്ലറ്റ്സിനെ കാണുന്നത്. അതിന് മറ്റു പല ഗുണങ്ങളുമുണ്ട്. ഇപ്പോൾ പ്രമേഹ രോഗിയുടെ കാര്യത്തിലാണെങ്കിൽ ഈ PPBS, അതായത് ഭക്ഷണം കഴിഞ്ഞ ശേഷമുള്ള ഗ്ലൂക്കോസിൻ്റെ കൂടുതൽ, ഇതിന് ഈ മില്ലറ്റ്സ് സഹായിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അതിൽ മില്ലറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സാവധാനത്തിൽ മാത്രമേ സ്റ്റൊമക്ക് എംപ്റ്റിയിങ് നടത്തുന്നുള്ളൂ. ഈ സ്റ്റൊമക്ക് എംപ്റ്റിയിങ് വഴുകുന്നിടത്തോളം ഈ PPBS ഷുഗർ കുറയ്ക്കാനുള്ള സാധ്യത കൂടുന്നു. മാത്രമല്ല അതിന് അബ്സോർപ്ഷന് സമയമെടുക്കുന്നു, ഡിലേഡാണ് മറ്റുള്ളതിനെ അപേക്ഷിച്ച്. അപ്പോൾ ഇത്തരം ചില ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ ജീവിതചര്യയിൽ നാം വരുത്തുമ്പോൾ
പ്രമേഹം പോലുള്ള രോഗങ്ങൾക്ക് അത് ഈ ആഹാരം തന്നെ ഔഷധമായി മാറുന്നു എന്നുള്ളതാണ് വസ്തുത. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഗ്ലൈസീമിക് കൺട്രോൾ, ഷുഗർ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് പ്രമേഹ രോഗിയുടെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിലെ ഒരു കാര്യം മാത്രമാണ്. ഈ പ്രമേഹം മൂലം കോശങ്ങൾക്ക് സംഭവിക്കുന്ന ഡീകേ, ഡീജനറേഷൻ, ഡെത്ത്, 3 കാര്യങ്ങളുണ്ട്. ഡീകേ, ഡീജനറേഷൻ, ഡെത്തിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, എങ്ങനെ ഡിലേ ചെയ്യിക്കാം, ആ കാര്യത്തിൽ കൂടി ആയുർവേദം വളരെയധികം ശ്രദ്ധിക്കുന്നു. അതുകൊണ്ടാണ് വ്യായാമം വേണം, എണ്ണ തേച്ച് കുളിക്കണം, നിങ്ങൾ ദിവസവും ഉദ്വർത്തനം തുടങ്ങിയുള്ള പ്രത്യേക ചികിത്സകൾ ചെയ്യണം, ഇടയ്ക്ക് ശരീരത്തിൽ കൂടി നിൽക്കുന്ന മാലിന്യങ്ങളെ പുറത്ത് കളയാനുള്ള ശോധന ചികിത്സ ചെയ്യണം. അപ്പോൾ എന്തായാലും ആയുർവേദത്തിൻ്റെ അടിസ്ഥാന ആശയം ചികിത്സാപരമായിട്ട് പറഞ്ഞാൽ ശുദ്ധിയാണ്. ശരീരകോശങ്ങളെ സംശുദ്ധമായി സൂക്ഷിക്കുക. ഈ സംശുദ്ധമായി സൂക്ഷിക്കാൻ വേണ്ടത് എന്തൊക്കെയാണ്? അവിടെ നടക്കുന്ന, ഇപ്പം മോഡേൺ ഇത് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ഫ്രീ റാഡിക്കൽസാണ് അവിടെ കളക്ട് ചെയ്യപ്പെടുന്നത്. ഈ ഫ്രീ റാഡിക്കൽസിനെ ശരീരത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയുള്ള നെല്ലിക്ക പോലുള്ള മരുന്നുകൾ കൊടുക്കണം. നെല്ലിക്ക എന്നുള്ളത് ഒരേ സമയം ഔഷധവും ആഹാരവുമാണ്. പ്രമേഹക്കാർക്ക് പൂർണ്ണമായും മധുരം നിഷേധിക്കേണ്ടതില്ല എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് നെല്ലിക്ക കാണിക്കുന്നത്. നെല്ലിക്കയിലുള്ള മധുരമില്ലേ, ആ നെല്ലിക്കയിലെ മധുരം പ്രമേഹ രോഗിക്ക് പഥ്യമാണ്. അപ്പോൾ അതിൻ്റെ മറ്റൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്, ഇങ്ങനെ മലസഞ്ചയം ഉണ്ടാകുമ്പോൾ അതിനെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള, ഫ്രീ റാഡിക്കൽസിനെ സ്കാമൻജ് ചെയ്ത് കളയാനുള്ള ഒരു കഴിവാണ് നെല്ലിക്ക പോലുള്ള അത്തരം ഔഷധങ്ങൾ കാണുന്നത്. മറ്റൊന്നാണ് ചിറ്റമൃത്. അപ്പോൾ കുറച്ചും കൂടി ഫാർ റീച്ചിങ്, കുറച്ചും കൂടി ലോങ് സൈറ്റഡ് ആയിട്ടുള്ള ഒരു വിഷനാണ് പ്രമേഹ ചികിത്സയിൽ ആയുർവേദത്തിനുള്ളത്. തീർച്ചയായിട്ടും അതുകൂടി കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ആധുനിക പ്രമേഹ ചികിത്സയായിരിക്കും ഒരു പക്ഷേ ഈ കാലഘട്ടത്തിൽ കൂടുതൽ ആവശ്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആയുർവേദ പ്രോക്തമായ ദിനചര്യകളെപ്പറ്റി, അവയ്ക്ക് ജീവിതശൈലി രോഗങ്ങളിൽ ഏതെല്ലാം തരത്തിൽ ഇടപെടാൻ പറ്റും എന്നുള്ളതിനെപ്പറ്റി സാറ് വിശദമായി സംസാരിച്ചു. ആയുർവേദത്തിലെ സ്വസ്ഥവൃത്തം എന്ന വിഭാഗം രോഗത്തെ അല്ലെങ്കിൽ ശരീരത്തെ മാത്രമല്ല, സമകാലിക ജീവിതത്തിൽ വളരെയധികം സംഘർഷഭരിതമാകുന്ന മനസ്സുകൾക്ക് കൂടി വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അനുദിനം വ്യവസായവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമകാലിക ആരോഗ്യ മേഖലയിൽ ഒരു വൈദ്യൻ പുലർത്തേണ്ടതായ എത്തിക്കൽ വാല്യൂസ് എന്തായിരിക്കണം എന്ന് വളരെ കാലഘട്ടങ്ങൾക്ക് മുമ്പേ പറഞ്ഞു വെച്ച ഒരു ശാസ്ത്രം കൂടിയാണ് ആയുർവേദം എന്ന് ഇവിടെ കൂട്ടിച്ചേർക്കട്ടെ. ആയുർവേദ മേഖലയിലെ മറ്റെല്ലാ ആധുനിക വൽക്കരണങ്ങളെയും പോലെ ഔഷധ നിർമ്മാണ രംഗത്ത് പലതരം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പണ്ടത്തെയൊക്കെ കാലത്തെ നമ്മുടെ വൈദ്യം എന്ന് പറഞ്ഞാൽ തന്നെ റോഡ്രക്സൊക്കെ രോഗി തന്നെ കളക്ട് ചെയ്ത് സ്വയം ഔഷധങ്ങൾ പാചകം ചെയ്ത് ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം, അല്ലെങ്കിൽ അടുത്തടുത്തുള്ള വൈദ്യശാലകളുമായി ബന്ധപ്പെട്ട് മാത്രം ചികിത്സ സാധ്യമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ അത് സാധ്യമല്ല. വളരെയധികം മോഡേണൈസേഷൻ ആ രംഗത്ത്, ഔഷധ നിർമ്മാണത്തിൽ, അതിൻ്റെ എക്സ്പയറി, പാലറ്റബിലിറ്റി മുതലായ കാര്യങ്ങളിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിന്ന് മാധവൻകുട്ടി വാര്യർ സാറിൽ നിന്ന് ഔഷധ നിർമ്മാണ രംഗത്ത് ആയുർവേദത്തിലുണ്ടായിരിക്കുന്ന പുതിയ മാറ്റങ്ങളെപ്പറ്റി കേൾക്കാം. ആയുർവേദ ഔഷധ നിർമ്മാണ രംഗം അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിൽ ആകെ മൊത്തം 10,000-ൽ താഴെ ഔഷധ നിർമ്മാണ യൂണിറ്റുകളുണ്ട്. കേരളത്തിൽ ഒരു 800ഓളം ഔഷധ നിർമ്മാണ യൂണിറ്റുകളുണ്ട്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു 10-20 യൂണിറ്റുകൾ മാത്രമേ ഒരു 15 കോടിക്ക് മേലെ ടേൺ ഓവറിലുള്ളൂ. ബാക്കിയൊക്കെ മൈക്രോ യൂണിറ്റ്സാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് ശരിക്ക് പണ്ടത്തെ ഇതും ഇപ്പോഴുള്ള വ്യത്യാസം, പണ്ട് നമ്മൾ വിറകുകൊണ്ടാണ് ഇതൊക്കെ കത്തിച്ച് പാകപ്പെടുത്തിയിരുന്നത്. അതേപോലെ കൂടുതലും മനുഷ്യ ശേഷി അതിന് വേണ്ടി വന്നിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് നമ്മൾ വിറകൊക്കെ തീരെ ഉപേക്ഷിച്ച് സ്റ്റീം കൊണ്ടാണ് ഇത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് വിറകിൻ്റെ ലഭ്യതക്കുറവ്, രണ്ടാമത് സ്റ്റീം ആകുമ്പോൾ കൂടുതൽ ടെമ്പറേച്ചർ കൺട്രോൾ, കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചർ കൺട്രോളും അതേപോലെ ഹൈജീനും ഉണ്ടാകാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ആയുർവേദത്തിൻ്റെ മാത്രമായിട്ട് ഒരു മെഷീനും എവിടെയും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ മറ്റുള്ള ഇപ്പോൾ മോഡേൺ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെയും ഒക്കെയുള്ള ഫുഡ് ഇൻഡസ്ട്രീസിൻ്റെ ഒക്കെ മെഷീൻസ് ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. എങ്കിലും അങ്ങനെ അഡാപ്റ്റ് ചെയ്ത് ധാരാളം മെഷീൻസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ മുൻപ് ഈ തിളപ്പിച്ചിരുന്ന സാധനങ്ങൾ വെറും ഒരു ചെമ്പ് പാത്രത്തിലോ അല്ലെങ്കിൽ ഓട്ട് പാത്രത്തിലോ ഇട്ട് തിളപ്പിച്ചിരുന്നു. ഇപ്പോൾ അത് മാറി സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഡബിൾ ജാക്കറ്റ് വെസൽസിൽ
കൂടുതൽ കൃത്യമായിട്ടുള്ള കൂടുതൽ സൂക്ഷ്മതയോടെ സ്റ്റീം വിട്ട് തിളപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ്. ഈ സാധനം തന്നെ വീണ്ടും അത് കുറുക്കി കോൺസെൻട്രേറ്റ് ചെയ്യാൻ മുമ്പ് ഉണ്ടായിരുന്നത് എഗെയിൻ ഇതേപോലെ ഓപ്പൺ ആയിട്ടുള്ള ബോയിലിംഗ് ആയിരുന്നു. ഇപ്പോൾ അത് മാറ്റി വാക്വം കോൺസെൻട്രേറ്റേഴ്സ് ഉണ്ട്, വാക്വം ഇവാപ്പറേറ്റേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള കൂടുതൽ എഫിഷ്യൻ്റായിട്ടും കൂടുതൽ ഹൈജീനിക് ആയിട്ടുള്ള മാറ്റങ്ങൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. എന്ത് ചെയ്യുമ്പോഴും ഇതിൻ്റെ ഗുണം യാതൊരു നിലയ്ക്കും പഴയ നിലത്ത് ഉണ്ടാകേണ്ട അതേ ഗുണം നിലവാരം ഇത് കാത്തു സൂക്ഷിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ഉറപ്പ് വരുത്താൻ നമുക്ക് ഇത് HPTLC മാതിരിയുള്ള ഇത് മറ്റേ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, ഫിംഗർ പ്രിൻറ്റിംഗ് ഉണ്ട്. അപ്പോൾ എല്ലാ നിലയ്ക്കും ഗുണപൗഷ്കല്യം നിലനിർത്തിയിട്ടാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നത്. പിന്നെ ആയുർവേദ മരുന്നുകളുടെ ഒരു പ്രധാന പ്രശ്നം അതിൻ്റെ സ്വാദാണ്. സ്വാദ് ഇപ്പോൾ ഒരു സാധാരണ കഷായത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല കയ്പ്പാണ്. ലേഹമാണെങ്കിലും ശർക്കരയൊക്കെ ചേരുന്നതാണെങ്കിലും അതും കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അതേപോലെ ഭസ്മങ്ങളൊക്കെ ഡോസ് വളരെ മില്ലിഗ്രാംസാണ്, 50 മില്ലിഗ്രാം 100 മില്ലിഗ്രാം ഒക്കെയാണ്. അത് കൃത്യമായിട്ട് കഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇത് തൂക്കുന്ന സ്ഥലത്ത് ഫാൻ ഇട്ടാൽ പോലും അത് പാറിപ്പോവും. അത്ര സൂക്ഷ്മമായിട്ടുള്ള തരികളാണ് അതിനുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മളൊരു മോഡേൺ ഇതിൽ മാറ്റിയിട്ട് ഈ ഭസ്മങ്ങളൊക്കെ കറക്റ്റായിട്ടുള്ള ഡോസിൽ എൻകാപ്സുലേറ്റ് ചെയ്തു. അതേപോലെ കഷായങ്ങൾ ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ ഈ വാക്വം ഇവാപ്പറേറ്റർ, അതേപോലെ FBS അതായത് ഫ്ലൂയിഡൈസ്ഡ് ബെഡ് പ്രോസസ്സർ, അതിലൊക്കെ ഇത് വെള്ളം പറ്റിച്ച് ഇവാപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ ആ സോളിഡ്സ് മാത്രം എടുത്തിട്ടാണ് ടാബ്ലറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ടാബ്ലറ്റും ഈ കഷായത്തിൻ്റെയും ഫിംഗർ പ്രിൻ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരേപോലെ ആയിരിക്കും. അതിൽ യാതൊരു ഗുണവ്യത്യാസവും വരുന്നുണ്ടാവില്ല. പിന്നെ കഷായത്തിൽ പണ്ട് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒരു തവണ ഉണ്ടാക്കി കഴിക്കാനുള്ളതാണ്, ഇതുപോലെ നമുക്ക് സൂക്ഷിക്കാനുള്ളതല്ല. അപ്പോൾ സൂക്ഷിക്കാൻ തീർച്ചയായിട്ടും അതിൽ പ്രിസർവേറ്റീവ്സ് ചേർക്കാൻ കഴിയും. അത് മറ്റേ ഒഫീഷ്യലായിട്ട് ഇന്ത്യ ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ചേർത്തിട്ടുള്ള കഷായങ്ങൾ നമുക്ക് 3 വർഷം വരെ യാതൊരു കേടും കൂടാതിരിക്കും. ഇതേപോലെ തന്നെ എണ്ണകൾക്കും അതേപോലെ മറ്റേ ലേഹങ്ങൾക്കും ഭസ്മങ്ങൾക്കും ഒക്കെ ഒരു ഷെൽഫ് ലൈഫ് ഉണ്ട്. പക്ഷെ ആ ഷെൽഫ് ലൈഫ് ശരിക്കും ചിലതിന് അരിഷ്ടാസുഖങ്ങൾക്കും ഭസ്മങ്ങൾക്കൊക്കെ ഇൻഡെഫിനിറ്റാണ്. പക്ഷേ എങ്കിലും അതിനൊരു 10 years ഷെൽഫ് ലൈഫ് വെച്ചിട്ടുണ്ട്. ക്യാപ്സ്യൂൾ ആണെങ്കിൽ ആ ക്യാപ്സ്യൂളിൻ്റെ ഷെൽഫ് ലൈഫാണ് അതിലുള്ള ഭസ്മത്തിൻ്റെ ഷെൽഫ് ലൈഫ്. മറ്റുള്ള സ്നേഹഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ എണ്ണ, നെയ്യ് മുതലായൊക്കെ കാച്ചി വരിച്ചാൽ അത് 3 വർഷം വരെ കേടുകൂടാതിരിക്കും. പൊടികൾക്ക്, ചൂർണ്ണങ്ങൾക്ക്, ഭക്ഷ്യചൂർണ്ണം മുതലായിട്ടുള്ള പൊടികൾക്ക് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് 6 മാസമാണ്. പക്ഷേ നമ്മൾ പാക്കിംഗ് മോഡിഫൈ ചെയ്താൽ അത് 3 വർഷം വരെ ഇരിക്കും. ഉദാഹരണമായിട്ട് നമ്മൾ അലുമിനിയം ഫോയിൽ വെച്ച് മറ്റേ ഒരു 100% ഇത് എയർ ടൈറ്റ് സീലിംഗ് ഉള്ള പാക്കിംഗ് ആണെങ്കിൽ 3 വർഷം വരെ യാതൊരു കേടും കൂടാതിരിക്കും. അതിൻ്റെ നൈട്രജൻ പാക്കിങ്ങുകളും കൂടുതൽ കാലം പിന്നെ ഇരിക്കും. ഇങ്ങനെയുള്ള ഈ ആധുനിക ടെക്നിക്കുകളും അതിനുള്ള മെഷീനറീസും കുറേശ്ശായിട്ട് ഇങ്ങനെ ആയുർവേദത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പാക്കിങ്ങിൻ്റെ പുതിയ പാക്കിംഗ് മെത്തേഡുകൾ അതിലും ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് മാറ്റം വരുത്തുമ്പോഴും അതിൻ്റെ ആത്യന്തികമായിട്ട് നോക്കുന്നത് ഗുണക്കുറവ് യാതൊരു നിലയ്ക്കും ഇതിൽ വരുന്നില്ല എന്നുള്ളതാണ്. താങ്ക് യു സർ. ആയുർവേദത്തിൻ്റെ പബ്ലിക് ഫേസ് എന്ന് പറയുന്നത് ശരിക്കും സർക്കാർ മേഖലയിലുള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ്. ഭാരതീയ ചികിത്സാ വകുപ്പ് എന്ന ഏറ്റവും വലിയൊരു വിഭാഗത്തിന് കീഴിൽ ധാരാളം ഡിസ്പെൻസറികളും ആശുപത്രികളും പ്രവർത്തിക്കുന്നുണ്ട്. സാധാരണക്കാരൻ ആരോഗ്യ പ്രശ്നങ്ങളുമായി സമീപിക്കുന്നത് പലപ്പോഴും ഡിസ്പെൻസറികളിലെ മെഡിക്കൽ ഓഫീസർമാരെ ആണ്. നമ്മുടെ മെഡിക്കൽ ഓഫീസർമാരുടെ സംഘടനാ പ്രതിനിധി എന്ന നിലയ്ക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ മാറ്റങ്ങളെപ്പറ്റി, ഡിപ്പാർട്ട്മെൻറ്റിലെ സ്ഥാപനങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മോഡേണൈസേഷനെ പറ്റി ഡോക്ടർ ദുർഗാ പ്രസാദ് ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. മാതൃഭൂമി അതോറിറ്റീസിന് നന്ദി പറയുന്നു. കാര്യം ഇത്ര വളരെ ഒരു റിലവൻ്റ് ആൻഡ് സ്പെസിഫിക് ആയിട്ടുള്ളൊരു ടോപ്പിക് സെലക്ട് ചെയ്തതിനെ കുറിച്ചിട്ട് നമ്മൾ ഈ സംസാരിക്കുന്നത് BC 2500 രൂപം കൊണ്ട ഒരു വൈദ്യശാസ്ത്ര മേഖലയെക്കുറിച്ചിട്ട് ഈ AD 2024 സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദാറ്റ് ഇറ്റ് ഷോസ് ദ റിലവൻസ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എ സിസ്റ്റം ഓഫ് മെഡിസിൻ വിച്ച് ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് എ ലൈഫ് സ്റ്റൈൽ സയൻസ്. അതൊരു വൈദ്യശാസ്ത്രം മാത്രമല്ല, അതൊരു ജീവിതശൈലി ക്രമീകരണം കൂടിയാണ്. ഇതിൽ നേരത്തെ മോഡറേറ്റർ പറഞ്ഞ പോലെ ഞങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് കേരളത്തിലെ സാധാരണക്കാർ ആശ്രയിക്കുന്ന സബ് സെൻ്ററുകൾ തൊട്ട് ഡിസ്പെൻസറികൾ തൊട്ട് ചെറിയ ആശുപത്രികൾ തൊട്ട് ജില്ലാ ആശുപത്രികൾ പടർന്നു കിടക്കുന്ന ഏതാണ്ട് 1200 സ്ഥാപനങ്ങൾ
818 ഡിസ്പെൻസറികളും ഏതാണ്ട് 130ഓളം ആശുപത്രികളും ജോലി ചെയ്യുന്ന 1240ഓളം മെഡിക്കൽ ഓഫീസർമാരുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടുന്നത് അലോപ്പതി വിഭാഗവും ആയുഷ് വിഭാഗവുമാണ്. ആയുഷ് വിഭാഗത്തിന് കീഴിലുള്ള ഏറ്റവും വലിയ ഡയറക്ടറേറ്റാണ് ഭാരതീയ ചികിത്സാ വകുപ്പ്. ആ വകുപ്പിന് കീഴിൽ ജോലി ചെയ്യുന്ന ഒരു മെഡിക്കൽ ഓഫീസർ എന്നുള്ള നിലയിൽ അവരുടെ പ്രതിനിധി എന്നുള്ള നിലയിലാണ് ഞാനിപ്പോൾ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. നമ്മൾ ഈ ആധുനിക കാലത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പൊതുവേ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന് പകർച്ചവ്യാധി ജന്യ അസുഖങ്ങൾ, മറ്റൊന്ന് ജീവിതശൈലിജന്യ രോഗങ്ങളെന്നും. ഇത് തന്നെയായിരുന്നു പണ്ടും ഉണ്ടായിരുന്നത്. അന്ന് ആയുർവേദത്തിൽ ഇതിന് ഔപസർഗിക രോഗങ്ങൾ എന്ന് പകർച്ചവ്യാധികൾ പറയുകയും സന്ദർഭണോദ വ്യാധികൾ എന്ന് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ പറയുകയും ചെയ്തിരുന്നു. മനുഷ്യരുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റം കൊണ്ട് ഉണ്ടാകുന്ന പകർച്ചവ്യാധികളും അതേപോലെ ദേശം, കാലം, വായു, ജലം ഇവയൊക്കെ ദുഷിക്കുന്നത് കൊണ്ടുള്ള അസുഖങ്ങളാവാം. അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ജീവിത ക്രമീകരണത്തിൽ വരുത്തിയ മാറ്റങ്ങൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാവാം. ഇതെല്ലാം അന്ന് ഉണ്ടായിരുന്നതിനേക്കാൾ ഒട്ടും മെച്ചമല്ല. നമ്മൾ ഏൻഷ്യൻ പീരീഡ് ആണെങ്കിലും മിഡീവൽ പീരീഡ് ആണെങ്കിലും ഇപ്പോൾ കറണ്ട് മോഡേൺ പീരീഡ് ആണെങ്കിലും ആളുകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അന്നും ഇന്നും ഏറെക്കുറെ സമമാണ്. പക്ഷെ നമ്മൾ മറഞ്ഞു പോയിക്കൊണ്ടു എന്ന് വിചാരിച്ചിരിക്കുന്ന പല പുതിയ അസുഖങ്ങളും നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഒരു അവസ്ഥയുമുണ്ട്. അപ്പോൾ ഈ ഭാരതീയ ചികിത്സാ വകുപ്പിനുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ദൈനംദിനമായിട്ട് നമുക്കറിയാം OP-IP ട്രീറ്റ്മെൻറ്റുകൾ, അത് കൂടാതെ പലവിധം പദ്ധതികൾ ഡിപ്പാർട്ട്മെൻറ്റ് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും നടപ്പിലാക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഓരോ ടാർഗറ്റ് ഗ്രൂപ്പിന്, ഉദാഹരണത്തിന് ഗർഭിണികളായ അമ്മമാരെ അവരുടെ ആരോഗ്യ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള നോർമൽ ഡെലിവറി എൻഷുർ ചെയ്യുക. അങ്ങനെ ജനിക്കുന്ന ആ അമ്മയ്ക്കും കുഞ്ഞിനും ഉള്ള പിന്നെയുള്ള 45 ദിവസത്തെ സൂതിക പരിചരണം, അതുവഴി നല്ലൊരു ജനതയെ വാർത്തെടുക്കാൻ ഉതകുന്നൊരു ഇനിഷ്യൽ സ്റ്റേജസ് ഓഫ് ഹെൽത്ത് കെയർ ഫോർ മദർ ആൻഡ് ചൈൽഡ്. അത് ഗർഭിണിക്ക് തുടങ്ങി, നവജാത ശിശുവിനും അമ്മയ്ക്കും തുടങ്ങി, പിന്നെ ആ കുട്ടിയുടെ ഏർലി ചൈൽഡ്ഹുഡ് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സോ ഗ്രോത്തിൻ്റെ സംബന്ധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ, അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് പുറക്കാട്ടേരി ഒരു അഡോളസെൻ്റ് ചൈൽഡ് ഹെൽത്ത് കെയർ സെൻ്ററുണ്ട്. വളരെ ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു വളരെ പേരുകേട്ട ഒരു സെൻ്ററാണത്. അതോടൊപ്പം തന്നെ കുട്ടികൾ വളർന്നു വരുമ്പോഴത്തേക്ക് അവരുടെ കൗമാര പ്രശ്നങ്ങൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ഇഷ്യൂസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപനം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്ട്രോക്ക് നമുക്കറിയാം, ഡയബറ്റീസ്, സ്ട്രോക്ക്, ലൈഫ്സ്റ്റൈൽ ഡിസീസസ്, ഇതിനെ വന്ന് ഇപ്പോൾ കേരള ഈസ് കൺസിഡർഡ് ടു ബി ദി ഡയബറ്റിക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. അപ്പം ജീവനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദ്ധതി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ സുദീർഘമായി ഇതിൽ നടന്നുകൊണ്ടിരിക്കേണ്ട പദ്ധതിയാണ്. അതുപോലെ തന്നെയാണ് പുനർനവ എന്ന് പറഞ്ഞാൽ രണ്ടാം ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. പുനർനവ ചെടിയുടെ പേരും കൂടെയാണ്, അതിൽ നിന്നാണ് അത് തമിഴാമ്മയുടെ പേരാണ് പുനർനവ. റീഹാബിലിറ്റേഷൻ ഓഫ് സ്ട്രോക്ക് പേഷ്യൻസ്, CVA കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ അത് അഡ്രസ്സ് ചെയ്ത് തിരിച്ചവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. അതുപോലെ സ്ട്രെസ് ഡിസോർഡേഴ്സ്, അത് ഏത് മേഖല എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സ്പോർട്സിനെ സംബന്ധിച്ച് കേരളം നമുക്കറിയാം പലതരത്തിലുള്ള സ്പോർട്സ് താരങ്ങളെ ഇന്ത്യക്കും ലോകത്തിനും സംഭാവന ചെയ്തിട്ടുള്ളതാണ്. അവർക്കുണ്ടാകുന്ന ഇഞ്ചുറി മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. കിസാർ, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ആയുർവേദ ആൻഡ് റിസർച്ച് തൃശ്ശൂരുണ്ട്. നമുക്ക് സ്പോർട്സ് ആയുർവേദം സംബന്ധിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ ഗരീം, ഗവൺമെൻറ് ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഡിസീസസ് മലപ്പുറത്ത്, കോട്ടക്കലിലെ തൊട്ടടുത്ത് തന്നെയാണ് ഇടരിക്കോട്. ഇറ്റ് ക്യാൻ ബി നമ്മുടെ ഒരു നിംഹാൻസിൻ്റെ തലത്തിലേക്ക് ആയുർവേദ മേഖലയിൽ കാണാൻ പറ്റുന്നൊരു സ്ഥാപനമാണ് ഗരീം. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ സൈക്യാട്രിക് കെയറിൽ, ആയുർവേദ സൈക്യാട്രിക് കെയറിൽ ഇറ്റ് ക്യാൻ ബി കോൾഡ് ആസ് എ പ്രീമിയർ ആൻഡ് പൈനർ ഇൻസ്റ്റിറ്റ്യൂട്ട്. അങ്ങനെ ഏത് മേഖല എടുത്തു കഴിഞ്ഞാലും നമ്മൾ കുട്ടികളുടെ ഹെൽത്ത് ആണെങ്കിലും അഡോളസൻ്റ് ഹെൽത്ത് ആണെന്നുണ്ടെങ്കിലും ഗേൾ ഹെൽത്ത് ആണെന്നുണ്ടെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണെന്നുണ്ടെങ്കിലും ഇനി ബ്യൂട്ടി കെയർ ആണെങ്കിലും ഇപ്പോൾ വർണ്ണിം എന്നൊരു പദ്ധതിയുണ്ട്, ഹെയർ ആൻഡ് ബ്യൂട്ടി ക്ലിനിക്. അപ്പോൾ അത് ഈ സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ താല്പര്യമുള്ള കാര്യമാണ്. ഇപ്പോൾ വർണ്ണിം എന്നൊരു പദ്ധതി, അപ്പോൾ എല്ലാ ആൾക്കാരെയും അവരുടെ ഓപ്റ്റിമൽ സ്കിൻ ടോണിലേക്കും അതിൻ്റെ തരത്തിൽ അവരുടെ ഒരു അപ്പിയറൻസ് നല്ല രീതിയിൽ കൊണ്ടുവെക്കാത്ത രീതിയിൽ ആ രീതിയിൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്ഷാരസൂത്രം എന്നൊരു പ്രത്യേക ഒരു ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറാണ് ഫോർ ഫിസ്റ്റുല ഇൻ ഏനോ, ഫോർ ഹെമറോയിഡ്സ്, നമ്മുടെ അർശസിനും മൂലക്കുരുവിനും ഒക്കെ
അതിൻ്റെ റിക്കറൻസ് വളരെയധികം വരുന്നുണ്ട്. ക്രയോ സർജറി ചെയ്താൽ പോലും റിക്കറൻസ് വളരെയധികം വരുന്നതാണ്. അപ്പോൾ അത് വരാതിരിക്കത്തക്ക രീതിയിലുള്ള ഒരു ക്ഷാരസൂത്ര എന്ന് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റുകളുണ്ട്. വളരെ നന്നായി പല സെലക്റ്റഡ് ആശുപത്രികൾ നമ്മൾ ചികിത്സ ചെയ്യുന്നുണ്ട്. അതുപോലെ യു നെയിം എനി പർട്ടിക്കുലർ ഇപ്പോൾ ട്രൈബൽ സെറ്റിൽമെൻറ്റ് ഏരിയകളിൽ, അപ്പോൾ അവർ നമുക്കറിയാം ഒരു പ്രത്യേക തരത്തിലുള്ള ജീവിത നിലവാരം അല്ലെങ്കിൽ ജീവിത സാഹചര്യത്തിൽ വളരുന്ന ആൾക്കാരാണ്. അവർ പൊതുവെ മരുന്നുകൾ കഴിക്കാൻ വിമുഖരാണ്, ചികിത്സ തേടാൻ അലസതയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ആ ഹെൽത്ത് നീഡ്സിന് കേറ്റർ ചെയ്യുന്ന തരത്തിലുള്ള പ്രത്യേക തരത്തിലുള്ള ട്രൈബൽ സെറ്റിൽമെൻറ്റ് മേഖലകളിൽ ഉള്ള പ്രോജക്ട്സുകളുണ്ട്. അങ്ങനെ നമ്മൾ പെൺകുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രോജക്ട്സുകളുണ്ട്. വിളർച്ച ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോജക്ട്സ് ഉണ്ട്. സ്കൂൾ ഗോയിങ് ചിൽഡ്രനിൽ അവരുടെ റിഫ്രാക്റ്റീവ് എറർ കറക്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ ദൃഷ്ടിയെ ശരിയായ രീതിയിൽ കൊണ്ടുപോകുന്ന ദൃഷ്ടി എന്ന പദ്ധതിയുണ്ട്. അങ്ങനെ നിരവധി പദ്ധതികൾ, ഏതാണ്ട് ഒരു 14-15ഓളം സംസ്ഥാനതല പദ്ധതികളും അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും അവിടുത്തെ ഹെൽത്ത് നീഡ്സ് അനുസരിച്ച് കൊണ്ടുള്ള പ്രത്യേക പദ്ധതികളും ഈ ഡിപ്പാർട്ട്മെൻ്റലി സ്ഥാപനങ്ങൾ വഴി നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആധുനിക കാലത്ത് അപ്പോൾ നമ്മൾ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഡിപ്പാർട്ട്മെൻ്റൽ സ്ഥാപനം നടപ്പിലാക്കുമ്പോൾ ആ സേവനം ജനങ്ങൾക്ക് ഏറ്റവും ഹാസിൽ ഫ്രീ ആയിട്ട് അവർക്ക് സുതാര്യമാകുന്ന തരത്തിൽ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ പണ്ട് തൊട്ടേയുള്ള നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ആക്ഷേപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിഹീനമായിട്ടുള്ള സ്ഥാപനങ്ങളാണ്. പേഴ്സണൽ നല്ലതായിരിക്കും, അവിടുത്തെ സ്റ്റാഫ് നല്ലതായിരിക്കും, പക്ഷേ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ വളരെ മോശമാണ്. അപ്പോൾ അത് മെച്ചപ്പെടുത്താൻ വേണ്ടി ഈ ജനകീയ ആസൂത്രണം വന്നതിനോട് തന്നെ നമ്മുടെ ഈ ത്രിതല പഞ്ചായത്തുകളിൽ, അതായത് റൈറ്റ് ഫ്രം ഗ്രാമപഞ്ചായത്ത് ടു കോർപ്പറേഷൻസ്, നമ്മുടെ സ്ഥാപനങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ വളരെ നന്നായിട്ട് നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പല ജില്ലകളിലും മോഡൽ ഡിസ്പെൻസറീസും മോഡൽ ഹോസ്പിറ്റൽസും വന്നിട്ടുണ്ട്. അതിനെ അപ്ഗ്രേഡ് ചെയ്ത് അപ്സ്കെയിൽ ചെയ്ത് ഇപ്പോൾ ആയുഷ് വെൽനസ് സെൻ്റർ ആക്കിയിട്ടുണ്ട്. അതിനെ ഇപ്പോൾ NABH സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് പല സ്ഥാപനങ്ങളും അതിൻ്റെ ആ വക്കിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സേവന മേഖലയിൽ, സർക്കാർ മേഖലയിൽ നിരവധി പൊതുജനാരോഗ്യപ്രദമായ പദ്ധതികൾ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും പണ്ടില്ലായിരുന്ന പല രോഗികൾ നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ കോവിഡ് വന്ന സമയത്ത് ലോകമാകെ പകച്ചു നിന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ആരോഗ്യ വകുപ്പിനോടൊപ്പം തന്നെ ആയുഷ് വകുപ്പും പ്രത്യേകിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പിലെ മെഡിക്കൽ ഓഫീസർമാരും മറ്റ് സ്റ്റാഫുകളും വളരെ സുസ്ഥിരമായ സേവനമാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ലോക്ക്ഡൗൺ പീരീഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെലികോൾ സംവിധാനം, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ്സ്, ഇപ്പോൾ മിഷൻ വന്ദേ ഭാരതിൻ്റെ ഭാഗമായിട്ട് എയർപോർട്ടുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ബോർഡർ ചെക്ക് പോസ്റ്റുകളിലും സ്ക്രീനിങ് ക്യാമ്പ്സ് കണ്ടക്ട് ചെയ്യുക. CFLTCകളിലും CSLTCകളിലും നമ്മൾ സേവനം എടുക്കുക. അതുപോലെ ടാർഗറ്റ് ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിക്കൊണ്ട് 60 വയസ്സിന് താഴെയുള്ളവർ, 60 വയസ്സിന് മേളിലുള്ളവർ, കുട്ടികൾ, ക്വാറന്റൈനിൽ പോയിട്ടുള്ള ആൾക്കാർ, ചികിത്സ ആവശ്യമുള്ള കോവിഡിൻ്റെ ചികിത്സ ആവശ്യമുള്ള ആൾക്കാർ, ഇങ്ങനെ പല തട്ടായിട്ട് തിരിച്ചുകൊണ്ട് നമുക്കറിയാമല്ലോ കോവിഡ് എന്ന് പറഞ്ഞാൽ അസിംപ്റ്റോമാറ്റിക് ആയിട്ട് വരാം, അസിംപ്റ്റോമാറ്റിക് പോസിറ്റീവായിട്ട് വരാം, മൈൽഡായിട്ട് വരാം, മോഡറേറ്റ് ആയിട്ട് വരാം, സിവിയറായിട്ട് വരാം, ക്രിട്ടിക്കലായിട്ട് വരാം. അതിൻ്റെ അകത്ത് എസിംപ്റ്റമാറ്റിക് പോസിറ്റീവും മൈൽഡും കേസുകളിൽ ആയുർവേദ ചികിത്സിച്ചുകൊണ്ട് തന്നെ അവരെ കണ്ടെയ്ൻ ചെയ്ത് നിർത്താൻ പറ്റുകയും തുടർന്നുള്ള സ്റ്റേജുകളിലേക്ക് പോകുന്നത് തടയുകയും, അതുപോലെ അമൃതം, ഭേഷജം എന്നീ പദ്ധതികൾ മുഖേന വളരെ ആൾക്കാർക്ക് അവരുടെ സ്വയം രോഗപ്രതിരോധശേഷി കൂട്ടാൻ ഉതകുന്ന തരത്തിലുള്ള ജീവിത ക്രമീകരണങ്ങളും ഔഷധ കൂട്ടുകളും അവർക്ക് എത്തിച്ചു കൊടുക്കുക. പ്രസ്, മീഡിയ, പോലീസ്, റോഡിൽ ആ സമയത്ത് ഇറങ്ങി തരുന്ന ആൾക്കാർ അവരുടെ ആരോഗ്യം സംരക്ഷിച്ച് കൊടുക്കുന്നതിൽ ഭാരതീയ ചികിത്സാ വകുപ്പ് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്കറിയാം കോവിഡ് വന്നു കഴിഞ്ഞ് CSLTCകളിലും CFLTCകളിൽ നിന്നും ആശുപത്രികളിൽ നിന്നും തിരിച്ചു പോകുന്ന ആൾക്കാർ ദേ വിൽ ബി ഡിവോയ്ഡ് ഓഫ് ദ ഡിസീസ് ബട്ട് ദേ വിൽ നോട്ട് ബി ഹെൽത്തി. അപ്പോൾ അവരുടെ ഹെൽത്ത് റെസ്റ്റോറേഷന് വേണ്ടിയിട്ട് നമ്മൾ പുനർജനി എന്ന് പറഞ്ഞൊരു പദ്ധതി, നമ്മൾ ഏതൊക്കെ നമ്മുടെ അതിൻ്റെ അകത്ത് ചില ഔഷധക്കൂട്ടുകൾ, ചില പ്രാണായാമങ്ങൾ, ചില ബ്രീത്തിങ് എക്സസൈസ്, ചില യോഗാസനങ്ങൾ ഇത് ശീലിക്കുക വഴി 1 വർഷം കൊണ്ട് അവരെ കൃത്യമായി അവരുടെ ശരിയായ രീതിയിൽ ലങ് ഹെൽത്ത് റെസ്റ്റോർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ സമയം തന്നെ സേവനത്തിൽ ഉൾപ്പെടെ പ്രോജക്റ്റുകളുടെ, പദ്ധതികളുടെ ഡിസ്പെൻസറി വഴിയുള്ള നിർവഹണമാണെന്നുണ്ടെങ്കിലും സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള, അതായത് ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും ഒരേപോലെ ഒരു നാണയത്തിന് 2 വശം പോലെ ഇപ്പോൾ ആധുനികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഭാരതീയ ചികിത്സാ വകുപ്പിലെ എല്ലാ സ്ഥാപനങ്ങളും. താങ്ക് യു ഡോക്ടർ. കോവിഡ് പോലെ ഒരു ആധുനിക കാലഘട്ടത്തിലെ രോഗം, ചികിത്സയെ പറ്റിയുള്ള നമ്മുടെ പല സമകാലിക സങ്കല്പങ്ങളെയും മാറ്റിമറിച്ച, നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ശരീരം തന്നെ മരുന്നായി മാറുന്ന ആയുർവേദത്തിൻ്റെ പ്രതിരോധം എന്ന സങ്കല്പത്തെ, ആ കാഴ്ചപ്പാടിനെ ഒന്നുകൂടി ഉയർത്തിപ്പിടിച്ച സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അന്ന് ചികിത്സ എന്നുള്ളതിൽ ഉപരിയായിട്ട്
പ്രതിരോധ രംഗത്ത്, അതുപോലെ തന്നെ അന്ന് സംഘർഷത്തിൽ പെട്ടുപോയ, അടച്ചിരിക്കേണ്ടി വന്ന ഒരുപാട് പേർക്ക് വേണ്ടി കൂടെ, അരികെ പോലെയുള്ള ഒരുപാട് പ്രോജക്റ്റുകളിലൂടെ ഭാരതീയ ചികിത്സാ വകുപ്പ് സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. കാര്യം നമ്മുടെ നാട്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വി ലിവ് ഇൻ എ കൺട്രി വെയർ ദർ ഈസ് മെഡിക്കൽ പ്ലൂറലിസം. അപ്പോൾ 6 വൈദ്യശാസ്ത്ര ശാഖകളാണ് സർക്കാർ അംഗീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, അലോപ്പതി കൂടാതെ ആയുഷ്, ആയുർവേദം, യോഗ, സിദ്ധ, യുനാനി, നാച്ചുറോപ്പതി, യോഗ, ഹോമിയോപ്പതി. അപ്പോൾ ഇതിൽ ദർ ഇസ് സ്പേസ് ഫോർ എവരി വൺ. അപ്പോൾ ഒരു വൈദ്യശാസ്ത്ര ശാഖകൾ പൂർണ്ണമല്ല. അപ്പോൾ ഒന്നിനേക്കാൾ മേലെയുമല്ല, ഒന്നിനേക്കാൾ കീഴേയുമല്ല, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അതിൽ ഈ എൻഡ് യൂസർ, അതായത് ആ പേഷ്യൻ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ആ ഹെൽത്ത് നീഡ്സ് ആർക്ക് വേണം, അവർക്ക് അനുയോജ്യമായ തരത്തിൽ, അനുയോജ്യമായ സ്മോൾ ഡൈജസ്റ്റബിൾ ചങ്ക്സ്. അപ്പോൾ അത് ആയുർവേദമാണെങ്കിൽ ആയുർവേദം, ഹോമിയോപ്പതി എങ്കിൽ ഹോമിയോപ്പതി, മോഡേൺ മെഡിസിൻ ആണെങ്കിൽ അത് കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ അനുവർത്തിച്ചുകൊണ്ടിരുന്നത്. നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ച പോലെ എസിംപ്റ്റമാറ്റിക് പോസിറ്റീവിലും മൈൽഡ് കേസിലും ആയുർവേദം കൊണ്ട് തന്നെ നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ ഉണ്ടായിരുന്നു. പക്ഷേ ക്രിട്ടിക്കലും സിവിയർ ഇസ് എൻറ്റയർലി ദി ഡൊമൈൻ ഓഫ് മോഡേൺ മെഡിസിൻ. അത് അവർ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ തുടർന്നുള്ള സ്റ്റേജുകളിലേക്ക് ഇത് പകരാതെ, അല്ലെന്നുണ്ടെങ്കിൽ എൻക്രോച്ച് ചെയ്യാതെ നമ്മുടെ മരുന്നുകൾ നമ്മൾ വലിയ അളവ് സഹായിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നമുക്കറിയാം, ABDM, ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ, അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിനെയും ഇപ്പോൾ ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ISMൻ്റെ കീഴിലുള്ള ഈ എല്ലാ സ്ഥാപനങ്ങളെയും HCF ഹെൽത്ത് കെയർ ഫെസിലിറ്റി വെച്ച് നമുക്ക് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്ഥാപനങ്ങൾ എന്തൊക്കെ സേവനങ്ങളാണ് അവിടെ നിന്ന് കൊടുക്കുന്നത്, അതുപോലെ HPR ഹെൽത്ത് പ്രൊഫൈൽ രജിസ്ട്രി, ISMൻ്റെ കീഴിലുള്ള എല്ലാ ഡോക്ടർമാരെയും ആ ഹെൽത്ത് പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാട്ട് കൈൻഡ് ഓഫ് സർവീസ് ഈസ് ബീയിങ് ഗിവൺ ഫ്രം ഈച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അണ്ടർ ISM എന്നുള്ളത് ഇപ്പോൾ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. അപ്പോൾ അത്തരത്തിലേക്ക് നാട് മുന്നോട്ട് നീങ്ങുമ്പോൾ അതിനോടൊപ്പം തന്നെ നടന്നു നീങ്ങുകയാണ് ഭാരതീയ ചികിത്സാ വകുപ്പ് എന്നുള്ളത് ഞാൻ അഭിമാനത്തോടുകൂടി ഈ കാര്യത്തിൽ സൂചിപ്പിക്കാം. ഭാരതീയ ചികിത്സാ വകുപ്പിലെ മെഡിക്കൽ ഓഫീസർ എന്നുള്ള നിലയിൽ അഭിമാനം ഞാനും പങ്കിടുന്നു. നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ ഒരു മേഖലയിൽ ഒരു ക്യാൻസർ രോഗി എന്ന് പറയുന്നത് നമുക്ക് വളരെ അത്ഭുതകരമായ ഒരു മാരക രോഗമായിട്ട് നമ്മൾ കണ്ടിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും അടുത്ത ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ക്യാൻസർ രോഗിയല്ലാത്ത ഒരാളെങ്കിലും ഈ മുറിയിലുണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. നേരിട്ട് ക്യാൻസറിൻ്റെ ഭീഷണമായ വശങ്ങളെ നമ്മൾ ഓരോരുത്തരെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണിത്. ജനത്തെ തന്നെ രണ്ടായി തിരിക്കാം, ക്യാൻസർ വന്നവരും വരാൻ സാധ്യതയുള്ളവരും എന്നൊക്കെയാണ് പറയുന്നത്. സമകാലികമായി കണ്ടുവരുന്ന ഒരു ട്രെൻഡ്, ഏത് സെലിബ്രിറ്റി ക്യാൻസർ വന്ന് മരിച്ചാലും അദ്ദേഹം ഏതെങ്കിലും ഒരു വ്യാജവൈദ്യൻ്റെ സമീപത്ത് പോയിട്ട് ഏതെങ്കിലും ഒരു തരത്തിലുള്ള മരുന്ന് കഴിച്ചിട്ടുണ്ട് എന്ന് ഒരു പ്രചരണം ഉണ്ടായിരിക്കാം, സത്യമാണ്. വ്യാജവൈദ്യം സ്വീകരിക്കുന്ന അവനവൻ്റെ തീരുമാനമാണ്. പക്ഷേ ആ പഴി ആയുർവേദ ശാസ്ത്രത്തിൻ്റെ മേൽ വീഴുകയും ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ കാണാറുണ്ട്. ക്യാൻസർ ചികിത്സാ രംഗത്ത് മോഡേൺ മെഡിസിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ആയുർവേദത്തിൽ ഗവേഷണാടിസ്ഥാനമായ ചികിത്സ നടക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ ക്യാൻസർ ചികിത്സയിൽ ആയുർവേദത്തിൻ്റെ സാധ്യതകൾ എന്തെല്ലാമാണ് എന്നുള്ളതിനെപ്പറ്റി ആ മേഖലയിൽ ദീർഘമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട K. മുരളീധരൻ സാറിൻ്റെ അഭിപ്രായം കേൾക്കാം. വളരെയധികം പ്രസക്തമായൊരു ചോദ്യമാണിത്, 2 കാരണങ്ങളെ കൊണ്ട്. ഡോക്ടർ അവസാനിപ്പിച്ചത് വ്യാജ പ്രചരണം കാരണം ഇപ്പോൾ ക്യാൻസർ രോഗികൾക്ക് വരുന്ന എന്തെങ്കിലും നിലയ്ക്ക് അവർ മരിച്ചു പോയാൽ അതേതോ ചില വ്യാജവൈദ്യത്തിൻ്റെ ഫലമായിട്ടാണ്, അല്ലെങ്കിൽ വ്യാജവൈദ്യം സ്വീകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് പറയാനും പ്രചരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടന്നു വരുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ പറയുന്നത്, ഞാൻ കോട്ടക്കൽ ആയുർവേദശാലയിലെ ഒരു ഫിസിഷ്യൻ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ ഇവിടെ പറയുന്നത്. അതിന് ആയുർവേദശാലയിലെ തുടക്കകാലത്ത് മറ്റു രോഗികളുടെ കൂട്ടത്തിലെ ക്യാൻസർ രോഗികളും വന്നിരുന്നു. അവർക്ക് അവരുടെ അവസ്ഥയ്ക്കനുസരിച്ചുള്ള ചികിത്സ നമ്മൾ കൊടുത്തിരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീടാണ് ബോധ്യമായത്, ആയുർവേദ ചികിത്സ തേടി വരുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഒരിക്കൽ വന്നവർ വീണ്ടും വരുന്നു. അവരിൽ പ്രകടമായ വ്യത്യാസങ്ങൾ കാണാൻ തുടങ്ങുന്നു. ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കോട്ടക്കൽ ആയുർവേദശാലയിലെ ക്യാൻസർ കെയർ യൂണിറ്റ് സ്ഥാപിതമാകുന്നത്. ഇത് സ്ഥാപിച്ചത് യശസ്വരീയനായ ഞങ്ങളുടെ മുൻ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ PK വാരിയ സാറാണ് ഇതിന് നാന്ദി കുറിച്ചത്. അദ്ദേഹം ഒരു വളരെ നാരോ മൈൻഡഡ് ആയിട്ടല്ല, വളരെയധികം വൈഡായിട്ടുള്ളൊരു അപ്രോച്ചാണ് ഈ ക്യാൻസർ ചികിത്സയിൽ തുടക്കം മുതലേ സ്വീകരിച്ചിട്ടുള്ളത്.
അതെങ്ങനെ എന്നുള്ളത് വ്യക്തമാക്കാൻ ഒന്നോ രണ്ടോ ഉദാഹരണങ്ങൾ പറയുന്നതാവും നല്ലത് എനിക്ക് തോന്നുന്നു. ആദ്യം കാൽ വെച്ചത്, കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്, ആയുർവേദ ചികിത്സയുടെ സാധ്യത ബോധ്യപ്പെടുത്തിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ വിഭാഗവുമായി ആയുർവേദശാല സംയുക്തമായി നടത്തിയ ഒരു ഗവേഷണമാണ്. ഞാൻ ഈ ഗവേഷണം എന്നുള്ള വാക്കിന് വീണ്ടും വീണ്ടും പ്രാധാന്യം കൊടുക്കുന്നത് ആയുർവേദശാലയുടെ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ശാസ്ത്രീയത നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ പരമാവധി ശ്രമിച്ചു വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം, ഈ ക്യാൻസർ രോഗികൾക്ക് തീവ്ര വേദനയിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി അവർ OPM ചേർന്ന ഓപ്പിയോയിഡ് ആണ് കൊടുത്തിരുന്നത്, മോർഫിൻ. ഈ മോർഫിൻ കൊടുക്കുമ്പോൾ വേദന കുറയുന്നുണ്ടെങ്കിലും അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെയധികം മോശമാകുന്നതായിട്ട് അവിടുത്തെ ഡോക്ടർമാർക്ക് തന്നെ ബോധ്യപ്പെട്ടു. അതൊരു പ്രധാന പ്രശ്നം മലബന്ധമായിരുന്നു. ഈ മലബന്ധം കാരണം രോഗികൾ അവിടെ ആഹാരം വേണ്ട, അവർക്ക് എന്തെന്നില്ലാത്ത ഒരു വിഷമം, മരുന്നിനേക്കാൾ ദോഷം ചെയ്യുന്ന ചികിത്സ രോഗത്തേക്കാൾ ദോഷം ചെയ്യുന്ന ചികിത്സ എന്നൊരവസ്ഥയിലെത്തിയപ്പോൾ അവരുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിലെ പ്രശസ്തരായ പരിചയസമ്പന്നരായ ഡോക്ടർമാർ ആയുർവേദശാലയെ സമീപിച്ച് ഇതിനൊരു പരിഹാരം കാണാമോ എന്നാണ് ആദ്യത്തെ ചോദ്യം. അതായത് ഓപ്പിയോയിഡ് ഇൻഡ്യൂസ്ഡ് കോൺസ്റ്റിപ്പേഷൻ എന്നുള്ള അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണാൻ നിങ്ങൾക്ക് സഹായിക്കാമോ? അത് വളരെ ഓപ്പണായിരുന്നു അവരുടെ അപ്രോച്ച്. ഈ സമയത്താണ് PK വാര്യർ സാറ് ആയുർവേദത്തിലെ ഏറ്റവും ധാരാളമായി ഉപയോഗിക്കുന്ന ഒരു മരുന്ന് ഇവർക്ക് ഉപയോഗപ്പെടുത്തി നോക്കൂ എന്ന് പറഞ്ഞത്. ആ ഉപയോഗപ്പെടുത്തി നോക്കുകയും അത് കൃത്യമായ റിസർച്ച് പ്രോട്ടോക്കോൾ അനുസരിച്ച് അതിൻ്റെ ഫലം രേഖപ്പെടുത്തുകയും അതിൻ്റെ ഫലം ഒരു റിസർച്ച് ജേണലിൽ, അതായത് ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ട് പെയിൻ ജേണലിൽ അത് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. അതൊരു തുടക്കം മാത്രമായിരുന്നു. ഈ ഒരു ഫലം കണ്ട ഉടനെ, അതായത് അടുത്തൊരു പ്രശ്നം, ഈ റേഡിയേഷൻ മുഖേന മ്യൂക്കോസൈറ്റിസ് വരുന്ന രോഗികൾക്ക് വായിൽ പുണ്ണ്, ഭക്ഷണം കഴിക്കാൻ വയ്യ, അവർക്ക് എന്തെങ്കിലും മരുന്ന് കൊടുക്കാമോ എന്ന അടുത്ത ചോദ്യം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പോയത്. അവിടെ പ്രശസ്തമായ ശതതോദകൃതം എന്നുള്ള മരുന്ന് പുരട്ടി നോക്കൂ എന്ന് പറയുകയും ആ മരുന്നും ഫലപ്രദമാണെന്ന് വൈദ്യലോകം, ആയുർവേദ ഡോക്ടർമാരല്ല, അലോപ്പതി ഡോക്ടർമാർ അടങ്ങുന്ന ഗവേഷണ സംഘം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇങ്ങനെ അടുത്തൊരു പ്രശ്നം അനോറക്സിയ, അതായത് അരുചി. ക്യാൻസർ രോഗികളുടെ ഒരു പ്രധാന പ്രശ്നം അരുചിയാണ്. ഭക്ഷണം അന്നദ്വേഷം എന്ന് പറയും. ഭക്ഷണം കാണാൻ പോലും വയ്യ, അഥവാ ഭക്ഷണം കൊണ്ടുവരുന്ന ആളെ ആക്രമിക്കാൻ പോലും അവർ തയ്യാറാവും. ഭക്ഷണത്തോട് അത്രയധികം വിരക്തി. ഈ സമയത്ത് ഒരു ആയുർവേദ മരുന്ന് നിർദ്ദേശിക്കുകയും അവർ ആ മരുന്ന് ഉപയോഗിച്ച് കഷ്ടിച്ച് കുറച്ച് അല്പാൽപ്പം ഭക്ഷണം കഴിക്കാമെന്നൊരവസ്ഥ എത്തുകയും ചെയ്തു. അപ്പോൾ ഈ 3 എവിഡൻസുകൾ, അതിനുശേഷം കുറേയധികം കാര്യങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കീമോതെറാപ്പി കഴിഞ്ഞാലുണ്ടാകുന്ന ന്യൂറോപ്പതിക്ക് എന്താ ആയുർവേദ ചികിത്സ പറ്റാമോ? അത് MBR ക്യാൻസർ സെൻറ്ററിലെ ഡോക്ടർമാരാണ് ആ ഭാഗം അന്വേഷിച്ച് വന്നത്. പിന്നെ ചില പ്രത്യേക രോഗങ്ങൾ, CA, ലങ്ങിലും മറ്റും ആയുർവേദ മരുന്നുകൾ പ്രധാന ചികിത്സയായിട്ട് തന്നെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ കേസിലും ഒരുപോലെ ആയുർവേദ ചികിത്സ കൊണ്ട് ക്യാൻസർ മാറ്റാം എന്നല്ല അവകാശപ്പെടുന്നത്. ക്യാൻസർ കെയർ പ്രോട്ടോക്കോളിൽ ആയുർവേദത്തിനൊരു സ്ഥാനമുണ്ടെന്നും അത് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ചെയ്യരുതെന്നും അതിന് കൃത്യമായ ഗവേഷണ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ രോഗികളെ ചികിത്സിക്കാവൂ എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ ഞങ്ങൾ പഠിച്ച ഒരു പാഠം. ഈ പാഠമാണ് ക്യാൻസർ രോഗ ചികിത്സയെക്കുറിച്ച് പൊതുവായിട്ട് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ്. മാത്രമല്ല, ഏത് അവസ്ഥയിലാണ് ക്യാൻസർ രോഗി എന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മുടെ ചികിത്സ തുടങ്ങാറുള്ളൂ. ഒരു രോഗി ബ്രസ്റ്റിൽ ഒരു ലംബുമായി വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ ഇതിന് ചികിത്സിക്കണമെന്ന് പറഞ്ഞാൽ യാതൊരു സംശയമില്ല. അതിന് മാമോഗ്രാഫിയും തുടങ്ങിയിട്ടുള്ള എല്ലാ ഫൈൻ നീഡൽ എംഫനേസിയും ഒക്കെ ചെയ്ത് കൃത്യമായി രോഗനിർണയം ചെയ്ത ശേഷം മാത്രം ആയുർവേദ ചികിത്സ ആരംഭിക്കുന്നുള്ളൂ. അവിടെ ഒരു ഡയഗ്നോസ്റ്റിക് ടൂളായിട്ട് പൂർണ്ണമായും ആധുനിക വൈദ്യത്തെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അതൊരു ഓൺകോളജി, എന്നിട്ട് അതിൻ്റെ ഗ്രേഡ്, അതിന് TNM എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ചില ഗ്രേഡിംഗ് ഉണ്ട്. ഈ ഗ്രേഡിംഗ് അനുസരിച്ച് ഏത് ഗ്രേഡിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് ബോധ്യപ്പെടുത്തി നമ്മൾ ചികിത്സ ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ഡയഗ്നോസിസ് പോയിന്റിലും ചികിത്സയുടെ പോയിന്റിലും രോഗത്തിൻ്റെ ഏത് സ്റ്റേജിലാണ് ചികിത്സിക്കേണ്ടതിനെക്കുറിച്ചും വ്യക്തമായ പ്രോട്ടോക്കോൾ സ്വീകരിച്ചുകൊണ്ട് ആധുനിക വൈദ്യത്തിൻ്റെ ഗുണഫലങ്ങളെ ഒന്നും നിഷേധിക്കാതെ മാത്രമേ ആയുർവേദ ചികിത്സ ക്യാൻസർ രോഗികൾ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ പലപ്പോഴും രോഗികൾ വളരെ എക്സാജറേറ്റഡ് എക്സ്പെക്റ്റേഷൻസ് ആയിട്ട് വരും. ഇത് ആയുർവേദം കൊണ്ട് ഇത് മാറും എന്ന് തെറ്റിദ്ധരിച്ച്, അല്ലെങ്കിൽ പൂർണ്ണമായും മാറ്റാം, അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ആദ്യം കൗൺസിൽ ചെയ്യുക ചെയ്യുന്നത് പേഷ്യൻറ്റിനെ. ഈ CA ബ്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബ്രസ്റ്റ് നീക്കം ചെയ്യുകയാണ്, സർജറി ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. അല്ലെങ്കിൽ അത് ആവശ്യപ്പെടുന്ന പക്ഷം കീമോതെറാപ്പി ചെയ്യണം.
അത് രോഗത്തിൻ്റെയും രോഗിയുടെയും അവസ്ഥ അനുസരിച്ച് അവർ അഡ്വൈസ് ചെയ്ത ശേഷം മാത്രമേ അത് ആയുർവേദ ചികിത്സ വേണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നുള്ളൂ. അങ്ങനെ തീരുമാനിച്ച ശേഷം ആയുർവേദ ചികിത്സ കൂടി ചെയ്യുമ്പോൾ ക്വാളിറ്റി ഓഫ് ദ ലൈഫ്, പേഷ്യൻറ്റിൻ്റെ ക്വാളിറ്റി ഓഫ് ദ ലൈഫ് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യുന്നു. ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നു, അവരുടെ സർവൈവൽ റേറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നു. ക്യാൻസർ സർവൈവേഴ്സിന് പിന്നീട് അത് വരാതിരിക്കാനുള്ള ഒരു പ്രതിരോധ ചികിത്സയായിട്ട് ആയുർവേദ മരുന്നുകൾ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ, മൈഗ്രേഷൻ തുടങ്ങിയിട്ടുള്ള ഓരോ ഘട്ടവും നമുക്ക് എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് എന്താ ഇതിൽ സംഭവിക്കുന്നത്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ്, മൈഗ്രേഷൻ ഓഫ് സെൽസ്, അതുണ്ടാക്കുന്ന മറ്റുള്ള കോംപ്ലിക്കേഷൻസ്, ഇതിനൊക്കെ നമുക്ക് ആയുർവേദ ചികിത്സ കൊണ്ട് നല്ലൊരു ശതമാനം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അഥവാ രോഗിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ ആയുർവേദ ചികിത്സ പര്യാപ്തമാണ്. അപ്പോൾ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ എല്ലാ ഘട്ടത്തിലും കൃത്യമായ സൂക്ഷ്മമായി നിരീക്ഷിച്ച് സ്റ്റേജ് കണക്കാക്കി കൃത്യമായ മരുന്നുകൾ കൊടുത്താണ് ചെയ്യുന്നത്. മാത്രമല്ല എല്ലാവർക്കും ഒരേ മരുന്ന് അല്ല, ഇൻഡിവിജ്വലൈസ്ഡ് ആണ് ട്രീറ്റ്മെൻറ്റ്. അവർ കുറേ കോംപ്ലിക്കേഷൻസ് ആയിട്ടാണ് വരിക. മാത്രമല്ല അതിനെ തുടർന്നുണ്ടാവുന്നൊരു ഷോക്കുണ്ട്. ക്യാൻസർ രോഗിയാണെന്ന് അറിയുന്ന നിമിഷം അതൊരു ഷോക്കാണ്, രോഗിക്ക് മാത്രമല്ല, നമുക്കൊക്കെ അറിയാം, ആ ഫാമിലിക്ക് മുഴുവനൊരു ഷോക്കാണ്. ഈ രോഗം എന്താണെന്ന് പുറത്ത് പറയാൻ പോലും മടിക്കുന്നവരുണ്ട്. ക്രമേണ അത് എല്ലാവരും അറിയുകയും പിന്നീട് സഹതാപം മാത്രമാണ് വരുന്നത്. ഈ സമയത്ത് രോഗിയെ ആയുർവേദത്തിൽ പറയുന്ന പുത്രബൽ സംപ്രയോക്തവ്യം, മകനെ പോലെ പുത്രബൽ എന്നാണ്, മകനെ പോലെ കാണണം. പ്രത്യേകിച്ച് PK വാര്യർ സാറിനെ ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. സ്വന്തം മക്കളോട് അല്ലെങ്കിൽ സ്വന്തം കുടുംബാംഗങ്ങളോട് എങ്ങനെ പെരുമാറുന്നു അങ്ങനെ രീതിയിലാണ് ആ രോഗികളോട് അദ്ദേഹം പെരുമാറിയിരുന്നത്. അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചു തരാനും അത് തുടർന്ന് വരുന്നവർക്ക് പകർന്നു കൊടുക്കാനും അദ്ദേഹം അങ്ങേയറ്റം വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സാധാരണ ഒരു രോഗി വന്ന് 10 മിനിറ്റ് കൊണ്ട് ക്യാൻസർ രോഗിക്ക് ചികിത്സ നിശ്ചയിച്ച് പോകാൻ പറ്റില്ല. ശുശ്രൂഷയാണ് ക്യാൻസർ അർബുദ രോഗികളുടെ ശുശ്രൂഷ എന്നുള്ള വാക്കാവും ഒരു പക്ഷേ കൂടുതൽ നല്ലത്. ശുശ്രൂഷ എന്ന വാക്കിന് തന്നെ സ്രോതും ഇച്ഛ എന്നുള്ളതാണ് അർത്ഥം. രോഗിയെ കേൾക്കുക, പൂർണ്ണമായി അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കുക, എന്നിട്ട് കഴിയുമെങ്കിൽ നാം ഒരു നിമിഷം നാം രോഗിയായി തന്നെ മാറുക. അപ്പോൾ മാത്രമാണ് നമുക്ക് അവരുടെ ആത്മാവിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ളൊരു സമീപനം കേവലം ഒരു പ്രൊഫഷണൽ ഡോക്ടർ എന്ന് പറയുന്ന സങ്കല്പത്തിൽ നിന്ന് എത്രയോ മാറ്റമാണ് ഓൺകോളജിസ്റ്റിന് വേണ്ടത്. അങ്ങനെയുള്ള ഒരു വൈദ്യൻ്റെ പരിവർത്തനം കൂടി ഈ ഓൺകോളജിയിലെ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ലേൺ ചെയ്യുന്നുണ്ട്. ഒരു വൈദ്യൻ എപ്പോഴാണ് ഏറ്റവും നല്ല വൈദ്യനായിട്ട് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, വൈദ്യൻ്റെ ഹൃദയത്തിൽ എത്ര സ്ഥാനം രോഗികൾക്ക് വേണ്ടി അയാൾ മാറ്റിവെക്കുന്നു എന്നാശ്രയിച്ചാണ് ആ വൈദ്യൻ്റെ നന്മകളും തിന്മകളും നിശ്ചയിക്കേണ്ടത്. അത്ര ആ ഹൃദയത്തിൻ്റെ വിശാലതയാണ് ഒരു വൈദ്യനെ വൈദ്യനാക്കുന്നത്. ഞാൻ ഈ പോയിന്റിൽ നിന്ന് നേരത്തെ പറയാതെ വെച്ച ഒരു കാര്യം, ജീവിതശൈലി രോഗങ്ങളുടെ ആകമൊത്തം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പുതിയൊരു കാലഘട്ടത്തിൽ, രാവിലെ ഇന്ന് ഡോക്ടറുമായിട്ട് ഞാൻ ഈ കാര്യം സംസാരിക്കുകയായിരുന്നു, മനസ്സിൻ്റെ വേഗത ശരീരത്തിന് കിട്ടുന്നില്ല, മനസ്സും ശരീരവും കൂടി ഐക്യപ്പെടുന്നില്ല, നമ്മളെ ടാർഗറ്റ്സ് വലുതാവണു, ശരീരത്തിന് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ എന്താ അവസ്ഥയിൽ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ഒരു ആസക്തിയാവാം, പക്ഷേ അത്യാസക്തിയാവുമ്പോൾ അത് പ്രശ്നമാകുന്നു. മറിച്ചോ ആലസ്യവും, ഈ അത്യാസക്തിയും ആലസ്യവും ചേർന്നാണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് ഉള്ള ബ്രീഡിംഗ് ഗ്രൗണ്ട് ഒരുക്കുന്നത്. അതിനൊരു കാരണമുണ്ട്, ടാർജറ്റ്. ഈ ടാർജറ്റിലെത്താൻ കഴിയാതിരിക്കുമ്പോണ്ടാകുന്ന മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും തമ്മിലുള്ള ഈ ഒരു സംഘർഷമാണ് പലപ്പോഴും രോഗങ്ങളായി പുറത്തു വരുന്നത്. അതതിൻ്റെ ബേസിക്കായിട്ടുള്ളൊരു കാര്യമാണ് ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് തുടങ്ങിയതിനിപ്പോൾ നേരത്തെ പറയാൻ വിട്ടുപോയൊരു പോയിന്റ് ഞാൻ ഇവിടെ ആഡ് ചെയ്യണം. താങ്ക് യു സർ. സമയം കുറവായതുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അടുത്ത് ഒരു പ്രബലമായി എല്ലാവരിലുമുള്ള ഒരു സംശയം കൂടി. ആയുർവേദ ഔഷധങ്ങൾ പൊതുവെ പാർശ്വഫലരഹിതങ്ങളാണ് എന്നുള്ള പൊതുജനങ്ങളുടെ വിശ്വാസം. അതാണ് ശരിക്കും ആയുർവേദം എന്ന ശാസ്ത്രത്തെ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടുപോകുന്ന വലിയൊരു കാര്യം. എന്നാൽ പലവിധ വ്യാജ പ്രചരണങ്ങളാലും ഈ വിശ്വാസ്യതയെ തകർക്കാനുള്ള സംഘടിത ശ്രമങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഏതെങ്കിലും പ്രായത്തിൽ ആയുർവേദ മരുന്നുകൾ ഉപയോഗിച്ചിട്ടില്ലാത്തവരായിട്ട് എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഉണ്ടെന്ന്. ഇത്തരത്തിൽ മരുന്നുകൾക്കുണ്ടാകുന്ന അഡ്വേഴ്സ് ഡ്രഗ് ഇഫക്ട്സ് അല്ലെങ്കിൽ ചില മരുന്നുകളിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഹെവി മെറ്റൽ ടോക്സിസിറ്റി, ഇവയെ പറ്റിയൊക്കെ ഡോക്ടർക്ക് പറയാനുള്ളതിനെ പറ്റി വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വിവരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആയുർവേദ മരുന്നുകളിൽ, അതായത് ഒരു ഓൾ ഇന്ത്യ ബേസിലെടുക്കുകയാണെങ്കിൽ കേരളത്തിലും പ്രത്യേകിച്ച് ഈ സൗത്ത് ഇന്ത്യയിൽ
ഒരു 95% മരുന്നുകളും വെജിറ്റബിൾ ഒറിജിനാണ്, വൃക്ഷലതാദികൾ ഉണ്ടാക്കുന്നതാണ്. നേരെ മറിച്ച് നോർത്ത് ഇന്ത്യയിൽ മിക്കവാറും രസൌഷധികളാണ്, അതായത് മിനറൽസ് ആൻഡ് മെറ്റൽസ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇവിടെയും അതുണ്ട്, പക്ഷേ ഒരു 5% ഉള്ളൂ. ഇതിൽ പ്രധാനമായിട്ട് ഈ ഹെവി മെറ്റൽ എന്ന് പറയുന്നത് മെർക്കുറി, ലെഡ്, കാഡ്മിയം, ആർസനിക്, ഇത് 4ആണ്. മറ്റുള്ള ഇപ്പോൾ സ്വർണം, വെള്ളി, ചെമ്പം അങ്ങനത്തെ മരുന്ന്, അതുകൊണ്ടുള്ള മരുന്നുകളുണ്ട്. ഇതിന് ഒരാളുടെ ശരീരത്തിൽ ചെന്നാൽ ദൂഷ്യഫലങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ലിമിറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ ലിമിറ്റിന് മേതെ ആ മരുന്നിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതിലേറ്റവും വളരെ ചീത്ത കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഔഷധമാണ് രസസിന്ദൂരം. രസസിന്ദൂരം അത് 100% മർക്കുറിയാണ്. രസസിന്ദൂരം നമ്മുടെ ഡോക്ടർ MS വലിയത്താൻ്റെ ഒരു പ്രോജക്റ്റായിട്ടുള്ള സയൻറ്റിഫിക് ഇനീഷ്യേറ്റീവ് ഇൻ ആയുർവേദ എന്നതിൻ്റെ ഭാഗമായിട്ട് ആയുർവേദശാലയും IIT ഖരഗ്പൂറും BARC ബോംബെ, പിന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അവിടെ ഡോക്ടർ ലഖോട്ടിയ, ഇവരൊക്കെ ആയിട്ട് സഹകരിച്ചിട്ട് ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ഈ പ്രോജക്റ്റിലേക്ക് വേണ്ടതായിട്ടുള്ള രസസിന്ദൂരം നമ്മൾ വളരെ ശാസ്ത്രീയമായി ടെക്സ്റ്റിൽ പറയുന്ന പോലെ ആയുർവേദശാലയാണ് ഉണ്ടാക്കി കൊടുത്തിരുന്നത്. അതിൻ്റെ പാർട്ടിക്കിൾ സൈസ് മുതലായിട്ടുള്ളതൊക്കെ IIT ഖരഗ്പൂറാണ് അത് നിശ്ചയിച്ചത്. പിന്നെ അതിൻ്റെ ക്ലിനിക്കൽ ട്രയൽ നടത്തിയിട്ടുള്ള ഡോക്ടർ ലഖോട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ചുരുക്കി പറയാം, ഇതിൻ്റെ നെറ്റ് റിസൾട്ട് ഈ ശാസ്ത്രീയമായ രീതിയിൽ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് പോലെ രസസിന്ദൂരം ഉണ്ടാക്കിയാൽ അതിന് യാതൊരുവിധ പാർശ്വഫലങ്ങളും ഉണ്ടാകുന്നതല്ല. മറിച്ച് അത് ശരീരത്തിൻ്റെ ഒരു ഏറ്റവും സൂക്ഷ്മമായ ചാനൽസിൽ പോലും തങ്ങി നിൽക്കില്ല. അത് വളരെ ഫ്രീ ആയിട്ട് എക്സ്ക്രീറ്റ് ചെയ്ത് പോകും എന്നാണ് അവരുടെ റിപ്പോർട്ട്. ഈ സ്റ്റഡി റിപ്പോർട്ട് ഒരു ഇൻ്റർനാഷണൽ പിയർ റിവ്യൂഡ് ഇൻ്റർനാഷണൽ ജേർണലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാനമായിട്ട് ആയുർവേദത്തിൽ പറയുന്ന ആ ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ട്, അത് എല്ലാ മെറ്റലിനുണ്ട്. ഈ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും അത് പ്രശ്നമായി വരും. നേരെ മറിച്ച് കൃത്യമായിട്ട് അത് നമ്മൾ ഫോളോ ചെയ്താൽ യാതൊരുവിധ പാർശ്വഫലങ്ങളും ഉള്ളതായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ അറിവില്ല. എനിക്കറിയാം 10-13 വർഷം തുടർച്ചയായിട്ട് ഈ രസസിന്ദൂരം കഴിച്ചിരുന്ന രോഗികളെ അറിയാം, അവരുടെ കിഡ്നിക്കോ ലിവറിനോ യാതൊരു പ്രശ്നമില്ല, എല്ലാം വളരെ നോർമലാണ്. പക്ഷേ ആ പ്രിപ്പറേഷൻ വളരെ കൃത്യമായിട്ട് ശുഷ്കാന്തിയോടുകൂടി ചെയ്യേണ്ടതാണ്. പിന്നെ ഇപ്പോൾ പണ്ട് ഒരു അമേരിക്കയിലോ കാനഡയിലോട്ടോ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഈ ആയുർവേദ മരുന്നുകൾ വെച്ചിട്ട് അവരിൽ നിന്ന് കുറേ ആൾക്കാർ ഇത് വാങ്ങി കഴിച്ച് ഈ പാർശ്വഫലങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞു. ഒന്നാമത് അങ്ങനെ കൊണ്ടുവയ്ക്കാനുള്ളതല്ല ഈ മരുന്നുകൾ. ഇത് ശരിക്കും ഒരു മെഡിക്കൽ ഷോപ്പിൽ വെച്ച് ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം കഴിക്കേണ്ട മരുന്നുകളാണ്. രണ്ടാമത് ഇപ്പോൾ രസസിന്ദൂരത്തിനടക്കം ഇന്ന കണ്ടീഷനിൽ ഇത് പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതൊന്നും നോക്കാതെ ആൾക്കാർ പോയി വാങ്ങി കഴിക്കണു. എന്തെങ്കിലും ദൂഷ്യഫലം വന്നാൽ അത് മൊത്തമായിട്ട് ആയുർവേദത്തിന് വരണു. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് അരിഷ്ടാശ്രമങ്ങളുടെ കാര്യം. അരിഷ്ടാശ്രമങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു സെൽഫ് ജനറേറ്റഡ് ആൽക്കഹോളുള്ള ഒരു പ്രിപ്പറേഷനാണ്. അതിൻ്റെ ലെവല് മാക്സിമം 12%. 12% ആൽക്കഹോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതന്നെ ഒരു പ്രിസർവേറ്റീവായിട്ട് ആക്ട് ചെയ്തിട്ട് ഫർദറായിട്ട് ഇതിൽ വരില്ല. അപ്പോൾ അത് എന്നിട്ട് കഴിക്കേണ്ടത് എങ്ങനെയാണ്? 25 ml 30 ml, അതും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം. അപ്പോൾ ചില കണ്ടീഷനിൽ ഇപ്പോൾ ലിവറിനൊക്കെ തകരാറുള്ള കണ്ടീഷനിൽ അത് കൊടുത്താൽ അതേ ഉണ്ടാവും. പക്ഷേ അതൊന്നും നോക്കാതെ ഇത് കണ്ടമാനം ദശമലക്ഷമൊക്കെ നല്ല സ്വാദുള്ളതാണ് വാങ്ങി കഴിച്ച് പിന്നെ വരുന്ന ഓരോ ദൂഷ്യഫലത്തിന് ഈ സിസ്റ്റത്തിന് നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ പറ്റുക? അതാണ് ശരിക്കുള്ള കാരണം. അപ്പോൾ ദൂഷ്യഫലങ്ങളുണ്ട്. അതേപോലെ തന്നെ ചേർക്കുരു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെൻസിലിൻ കൊടുത്താൽ ചില ആൾക്കാർക്ക് റിയാക്ഷൻ ഉണ്ടാവുന്നുണ്ട്. എന്ന് വെച്ചാൽ പെൻസിലിന് എല്ലാവർക്കും റിയാക്ഷൻ ഉണ്ട്. അതേപോലെ ചേർക്കുരു എന്ന് പറഞ്ഞ മരുന്നിന് ചിലർക്ക് ചില കോൺസ്റ്റിറ്റ്യൂഷന് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ള കൂട്ടർക്ക് ചൊറിച്ചിലും മറ്റതൊക്കെ ഉണ്ടാവും. അതിന് ചില പ്യൂരിഫിക്കേഷൻസ് ഉണ്ട്. എന്നാലും ഇത് കാണുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അത് അവരുടെ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രത്യേകതയാണ്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കൂട്ടർക്ക് വേറെ മരുന്നുണ്ട്, അത് കൊടുക്കുക വേണ്ടു. അപ്പോൾ ദൂഷ്യഫലങ്ങൾ നേരിയ തോതിൽ എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ അത് എങ്ങനെ കഴിക്കണോ, എപ്പോൾ കഴിക്കണോ, ആര് നിർദ്ദേശിച്ചു എന്നുള്ളതൊക്കെ അനുസരിച്ചിരിക്കും. താങ്ക് യു സർ.
ചോദ്യോത്തര വേളയിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ പ്രസക്തമായ ഒരു നമുക്ക് എല്ലാവർക്കും പൊതുവേ ഉണ്ടാകാവുന്ന ഒരു സംശയം കൂടി അതിന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഒരു മറുപടി നൽകണമെന്ന് ദുർഗ ഡോക്ടറോട് അഭ്യർത്ഥിക്കുകയാണ്. ആയുർവേദ മേഖലയിൽ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ടോ? പ്രാചീന വൈദ്യശാസ്ത്രം എന്നുള്ള നിലയിൽ ഇത് ഗവേഷണരഹിതമാണ് എന്നുള്ള പഴികൾ നമ്മൾ കേൾക്കാറുണ്ട്. എത്രത്തോളം ഗവേഷണങ്ങൾ സമകാലിക സാഹചര്യത്തിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു 3 മിനിറ്റിനുള്ളിൽ ദയവായി ഒരു മറുപടി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നല്ലതാണ്. ഐ ഡോണ്ട് നോ വെദർ ഐ ബി ഏബിൾ ടു ഡു ജസ്റ്റിസ് ഇൻ 3 minutes, ബട്ട് ഐ വിൽ ട്രൈ. ഈ ഗവേഷണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് ക്ലിനിക്കൽ റിസർച്ച് ആവാം, ഫണ്ടമെൻ്റൽ റിസർച്ച് ആവാം, ഡ്രഗ് റിസർച്ച് ആവാം, അങ്ങനെ പലതരത്തിൽ റിസർച്ച് ആവാം. അപ്പോൾ ഇതിൽ നിങ്ങൾ റിസർച്ച് ചെയ്യുന്നുണ്ടോ, റിസർച്ച് ആൻഡ് വാലിഡേറ്റ് എന്നാണ് നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും പറയുക. അപ്പോൾ ഇതിൽ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ എന്ത് മരുന്നാണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ ആഹാരമാണെങ്കിലും വായുവിലിട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ടു പാസ് ത്രൂ 4 stages: അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം, എക്സ്ക്രീഷൻ. അത് ആഹാരമാണെങ്കിലും ശരി, മരുന്നാണെങ്കിലും ശരി. അപ്പോൾ ആ പോകുന്ന വഴിക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ടെക്നോളജിസ്റ്റുകൾ ആവശ്യമുണ്ട്. അത് ഫിസിക്സ് ആവാം, കെമിസ്ട്രി ആവാം, ബയോ കെമിസ്ട്രി ആവാം, സൈറ്റോജനറ്റിക്സ് ആവാം, മൈക്രോബയോളജി ആവാം, ആയുർവേദം ആവാം, മോഡേൺ മെഡിസിൻ ആവാം. അപ്പോൾ ഇവരെല്ലാവരും കൂടെ കൂടിച്ചേർന്നിട്ടുള്ള ഒരു റിസർച്ച് ആ തരത്തിൽ വന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള റിസർച്ച് നടക്കുകയുള്ളൂ. നടക്കുന്നില്ലെന്ന് ചോദിച്ചാൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ റിസർച്ച് പ്രോട്ടോകോൾസ് ഫോർ ആയുഷ്, ഫോർ ദാറ്റ് മാറ്റർ ആയുർവേദ ഇസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം ദി റിസർച്ച് പ്രോട്ടോകോൾസ് ഓഫ് കൺവെൻഷണൽ മോഡേൺ മെഡിസിൻ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള രീതിയിലല്ല WHO തന്നെ അതിപ്പോൾ എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടെന്ന് പറയുന്നത് കഴിഞ്ഞാൽ വേരിയൻസ് ആണ്. ഇപ്പോൾ ആയുർവേദത്തിൽ നമ്മളൊരു ഡ്രഗ് എടുത്തു കഴിഞ്ഞാലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പേഷ്യൻ്റ് എടുത്തു കഴിഞ്ഞാലോ വി ട്രീറ്റ് ദറ്റ് പർട്ടിക്കുലർ പേഴ്സൺ, വി ആർ നോട്ട് ട്രീറ്റിംഗ് ദ ഡിസീസ്. അതുപോലെ തന്നെ വി ആർ ഗിവിംഗ് ദറ്റ് പർട്ടിക്കുലർ ഫോർമുലേഷൻ ടു ദറ്റ് പർട്ടിക്കുലർ പേഴ്സൺ. അപ്പോൾ ഇൻഡിവിജ്വൽ വേരിയൻസ് ഇവിടെ ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വേരിയൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസുകളുടെ ഭാഗമായിട്ട് WHO ആയുഷ് മോർബിഡിറ്റി കോഡ്സ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കോഡ്സ് വെച്ച് കഴിഞ്ഞാൽ കാര്യം ഇന്ന സ്ഥലത്ത് ഇന്ന ആളെന്ന് നമുക്ക് ആ വിചാരിക്കുന്ന ടെർമിനോളജി സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ദി ബേസിക് പർപ്പസ് സ്റ്റാർട്ട്സ് ഫ്രം ദെയർ. അപ്പോൾ ടെർമിനോളജി സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട് WHO മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം ലോകത്തിൻ്റെ ഗ്ലോബൽ ട്രഡീഷണൽ മെഡിസിൻ സെൻറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയാണ്. ജാംനഗറിലാണ് അത്. ഈ 2023 അത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ, ഡേറ്റ അനലിറ്റിക്സ്, ഇന്നോവേഷൻ ആൻഡ് പ്രൊഡക്റ്റ് കൺട്രോൾ, പ്രോസസ് സ്റ്റാൻഡർഡൈസേഷൻ, ഇതെല്ലാം ആ ട്രഡീഷണൽ സെൻറ്ററിൽ നടക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് CCRA, സെൻട്രൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ. അതുപോലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ, സിമിലർ ലൈൻസ് ഓഫ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ റിസർച്ചുകൾ ഇപ്പോൾ ഓൺഗോയിങ് ആണ്, കംപ്ലീറ്റഡ് ആയിട്ടുള്ള റിസർച്ച് പ്രോജക്ട്സ് ഏതൊക്കെയാണ്, മൾട്ടി സെൻട്രിക് ആയിട്ടുള്ള റിസർച്ച് പ്രോജക്ട്സ് എന്തൊക്കെയാണ്. ഈ ടിപ്പിക്കലി നമ്മൾ ഈ ഡബിൾ ബ്ലൈൻഡഡ് RCT സ്റ്റഡീസൊക്കെ ചില മേഖലകളിൽ നമുക്ക് ആയുർവേദത്തിൽ വേറെ രീതിയിൽ അത് കസ്റ്റമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. ദാറ്റ് ടു ഈസ് എൻഡോസ്ഡ് ബൈ WHO. അപ്പോൾ ഇത് കൂടാതെ നമ്മുടെ സംസ്ഥാന തലത്തിൽ നമുക്കറിയാം ഇപ്പോൾ കൗൺസിൽ ഫോർ സയൻറ്റിഫിക് ഇൻഡസ്ട്രിയൽ റിസർച്ച് പാപ്പനംകോടുണ്ട്, രാജീവ് സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഉണ്ട്, കോട്ടയ്ക്കൽ ഫോർ ദാറ്റ് മാറ്റർ കാര്യം ഹിന്ദുസ്ഥാൻ യൂണിലിവറുമായിട്ട് അവർ നല്ല രീതിയിൽ പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നാഷണലായിട്ടും ഇൻ്റർനാഷണലായിട്ടും, ഫോർ എക്സാമ്പിൾ US-ലെയും UK-ലെയും ഇന്തോനേഷ്യയിലെയും ജപ്പാനിലെയും കാനഡയിലെയും ഒക്കെ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സുമായിട്ട് ടൈപ്പ് ചെയ്ത് റിസർച്ച് നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ അപ്ഡേറ്റ് ആയുഷ് റിസർച്ച് പൊട്ടൻഷ്യൽ നമുക്ക് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയുടെ വെബ്സൈറ്റ് കയറി നോക്കിക്കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ കൗൺസിൽ റിസർച്ച് ഇൻ ആയുർവേദ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാലോ, അല്ലെങ്കിൽ WHO ഗ്ലോബൽ ട്രഡീഷൻ സെൻറ്റർ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാലോ, യു ക്യാൻ സീ ദി സ്റ്റാറ്റസ് ഓഫ് ദി റിസൾട്ട്സ്. ഇനി കമ്മിങ് ബാക്ക് ടു ദ ഡിപ്പാർട്ട്മെൻറ്റ്, ISM-ൽ ദർ ഈസ് എ ആയുർവേദ റിസർച്ച് ടീം. അപ്പോൾ ആ ടീം സാധാരണ രീതിയിൽ പ്രൊജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പദ്ധതികളാണ് രൂപീകരിച്ചിട്ട് പോകുന്നത്. അക്കാഡമിയാണ് ഈ പൊതുവെ ഈ റിസർച്ച് ടോപ്പിക്, അത് ടെറീഷ്യറി കെയറാണ്, കോളേജുകാർ. അപ്പോൾ അവർക്കൊരു ഇന്നോവേഷൻ കൗൺസിലുണ്ട്. അപ്പോൾ ആ തരത്തിൽ നമ്മളിപ്പോൾ ക്ലിനിക്കൽ ട്രയൽ രജിസ്ട്രിക്ക് വേണ്ടിയിട്ട് 7 പ്രപ്പോസൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് CDSU രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ക്ലിനിക്കൽ ട്രയൽ രജിസ്ട്രി കിട്ടിക്കഴിഞ്ഞാൽ മേ ബി ദാറ്റ് ക്യാൻ ബി ടേക്കപ്പ് ഇൻ ടു എ ന്യൂ ലെവൽ. ബട്ട് ദാറ്റ് കേരളത്തിൽ അത് കൊണ്ടുപോകേണ്ടത് ISM-നെക്കാളും കൂടുതൽ അക്കാഡമിയാണ്. അതിന് എനിക്ക് തോന്നുന്നു നമ്മുടെ കോളേജ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റും കോട്ടയ്ക്കിലുള്ള സ്ഥാപനങ്ങളും വളരെ പ്രൊവാക്റ്റീവ് റോൾ എടുക്കുന്നുണ്ട്. ISM എല്ലാ തരത്തിലുള്ള ക്ലിനിക്കൽ സപ്പോർട്ട്
ബിക്കോസ് നമ്മളൊരു സ്ഥാപനത്തിൽ ഏറ്റവും കുറഞ്ഞ 50 പേരെങ്കിലും വരാറുണ്ട്. അപ്പോൾ അത്ര തരത്തിലുള്ളൊരു ക്ലിനിക്കൽ ഡേറ്റ കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് ആ റിസർച്ചിന്. ഇതാണ് എനിക്ക് ഒരു വിത്തിൻ ദ അലോട്ടഡ് ടൈം ഐ തിങ്ക് ദാറ്റ് ഐ ഹവ് മെയ്ഡ് സം ജസ്റ്റിഫിക്കേഷൻ ടു ദ ക്വസ്റ്റ്യൻ ബീങ് ആസ്ക്ഡ്. വളരെ നന്ദി. പഴയ വേരുകളിൽ നിന്നാണ് എല്ലാ മരങ്ങളിലും പുതിയ തളിരുകൾ പൊട്ടിമുളയ്ക്കുന്നത്. പഴയതെല്ലാം വെട്ടിനിരത്തപ്പെടേണ്ടതല്ല. പ്രാചീനതയിൽ നിന്ന് ഉത്ഭവിച്ച് ആധുനികതയിലൂടെ വളരുന്ന ജീവിത രീതിയും ശാസ്ത്രവുമാണ് ആയുർവേദം ഒന്നുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ചോദ്യങ്ങൾക്കായി ഈ സമയത്തെ ഉപയോഗിക്കാം. ആധുനികമാണ് ആയുർവേദം എന്ന ടോപ്പിക്കിലാണ് ഇവിടെ ഡിസ്കഷൻ നടന്നത്. ഇവിടെ ആയുർവേദത്തിൽ നടന്ന ആധുനികതയെന്ന് ആദ്യമേ ചൂണ്ടിക്കാണിച്ചത് വിറക് മാറി ഗ്യാസാക്കിയെന്നും പാക്കിംഗ് മെഷീനുകൾ വന്നു എന്നുമാണ്. വളരെ വിചിത്രമായി തോന്നുന്നു. ആധുനിക ശാസ്ത്രം, പ്രത്യേകിച്ച് ജീവശാസ്ത്രം വളരെയധികം പുരോഗമിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടേത്. എൻ്റെ ചോദ്യത്തിലേക്ക് ഞാൻ നേരിട്ട് കിടക്കാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആയുർവേദം രോഗാണുക്കളാണോ രോഗകാരികളെന്ന് കരുതുന്നുണ്ടോ, അംഗീകരിക്കുന്നുണ്ടോ? ഒന്ന്. രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോഡേൺ മെഡിസിനിൽ ഓരോ മെഡിസിനും വരുന്നത് എൻ്റെ ക്ലിനിക്കൽ ട്രയൽ കഴിഞ്ഞ് ഡബിൾ ബ്ലൈൻഡ് പ്ലാസിബോ കൺട്രോൾ കഴിഞ്ഞതിന് ശേഷമാണ്. ആയുർവേദത്തിൽ ഏതെങ്കിലും അത്തരത്തിൽ മരുന്നുകൾ വന്നിട്ടുണ്ടോ? രണ്ട്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്കയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ കോട്ടക്കൽ ആയുർവേദശാല ഉൾപ്പെടെയുള്ള മരുന്നുകൾ അത് മരുന്നല്ല എന്ന ലേബലോട് കൂടിയാണ് വിൽക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാനുള്ള കാരണം? ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞു, ഓരോ ചെടിയും തന്നെ ആയിരക്കണക്കിന് കെമിക്കലുകളുടെ ഒരു കോമ്പോസിഷനാണ്. ഇപ്പോൾ നമ്മുടെ മഞ്ഞപ്പിത്തത്തിന് ഉപയോഗിക്കുന്ന കീഴാർനെല്ലി, അതിൽ ഏത് ഘടകമാണ് ആയുർവേദം അനുസരിച്ചിട്ട് മഞ്ഞപ്പിത്തത്തിനെ ചികിത്സിക്കാൻ ഘടകമായി വർദ്ധിക്കുന്നത്? ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ നന്നായിരിക്കും. ചോദ്യം ഈസ് വെൽ ടേക്കൺ. ഇതേ സംശയങ്ങൾ ഒത്തിരി പേർക്കുള്ളത് കൊണ്ട് തന്നെയാണ്. കാര്യം ഒരു സയൻസിൻ്റെ റിസർച്ച് വാലിഡേഷൻ അക്കോർഡിംഗ് ടു ദാറ്റ് പർട്ടിക്കുലർ പ്രിൻസിപ്പിൾസ് നടപ്പിലാക്കണം എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ മോഡേൺ മെഡിസിനിലെ ചില കാര്യങ്ങൾ നമുക്ക് എക്സാക്ട്ലി റെപ്ലിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ചില കാര്യങ്ങൾ ആയുർവേദത്തിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ, കാര്യം WHO റിസർച്ച് പ്രോട്ടോകോൾസ് ഫോർ ട്രഡീഷണൽ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ഈസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് ഈസ് ആപ്ലിക്കബിൾ ടു മോഡേൺ മെഡിസിൻ. അപ്പോൾ ഈ കീഴാനെല്ലിയിലെ ഏത് പ്രത്യേക ഘടകമാണ് എന്നുള്ള പറയുന്നതിൻ്റെ തന്നെ ദാറ്റ് ഈസ് ദി എന്താ പറയുക റിഡക്ഷനിസ്റ്റിക് വ്യൂ ഓഫ് മോഡേൺ മെഡിസിൻ. വേറാസ് കീഴാനെല്ലി ആസച്ച് എന്ന് പറയുന്നത് ഒരു ഹോളിസ്റ്റിക് കോൺസെപ്റ്റ് എന്നുള്ള രീതിയിലാണ് WHO ട്രഡീഷണൽ സിസ്റ്റംസ് ഓഫ് മെഡിസിനെ കാണുന്നത്. ഇനി ഡബിൾ ബ്ലൈൻഡഡ് RCT സ്റ്റഡീസ് അങ്ങനെയുള്ള ധാരാളം, ഞാൻ പറഞ്ഞില്ലേ, റിസർച്ച് പോർട്ടലുണ്ട്. ആയുഷ് റിസർച്ച് പോർട്ടൽ പോയി കഴിഞ്ഞാൽ ഓൺ ഗോയിങ് റിസർച്ചുകൾ, ക്ലിനിക്കൽ ട്രയൽ രജിസ്ട്രി AIയുടെ അതിന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്റ്റഡീസും നടക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റാത്ത സ്റ്റഡീസും ഉണ്ട്. ഉദാഹരണത്തിനൊരു കാര്യം പറയാം. ഇപ്പോൾ നമ്മുടെ BP കൊടുത്തുകൊണ്ടിരുന്ന മരുന്നായിരുന്നു നമുക്ക് സർപ്പഗന്ധ. ആ സർപ്പഗന്ധ നമ്മൾ ആയുർവേദത്തിൽ പല മരുന്നുകളുടെയും ഒരു ഇൻഗ്രീഡിയൻറ്റ് ആൻറ്റി ഹൈപ്പർടെൻസീവ് യൂസ് ചെയ്യണത് സർപ്പാസിൽ, റാവുൾഫി സർപ്പൻറ്റീന ഒരു ഘടകമാണ്. അപ്പോൾ മോഡേൺ മെഡിസിൻ ഈ ഡ്രഗ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഏത് ആക്റ്റീവ് പ്രിൻസിപ്പൻ്റാണ് ഏറ്റവും കൂടുതൽ ആൻറ്റി ഹൈപ്പർടെൻസീവ് പ്രോപ്പർട്ടി ഉള്ളത് നോക്കുമ്പോൾ അവർ കണ്ടെത്തി ഈ റിസർപ്പിനൽ ആൽക്കലോയിഡാണ്. അപ്പോൾ അവർ അതിനെ മാത്രം വേർതിരിച്ചെടുത്ത് കൊടുത്തു തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ BP കുറഞ്ഞു വരുന്നു. വേറെ ആയുർവേദത്തിൽ കാര്യം നമുക്കൊരു മൈൽഡ് ടു മോഡറേറ്റ് ഹൈപ്പർ ടെൻഷന് നമ്മൾ ഈ സർപ്പഗന്ധ അടങ്ങിയിരിക്കുന്ന മരുന്നുകൾ കൊടുക്കുന്നു. 10 വർഷം കഴിഞ്ഞ് ഈ പേഷ്യൻസിനെ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സർപ്പഗന്ധ ആസ് സച്ച് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഫോർമുലേഷൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതുകൊണ്ട് മറ്റുള്ള ദൂഷ്യവശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അഥവാ വളരെ ലിമിറ്റഡായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. വേറാസ് റിസർപ്പിനൽ ആൽക്കലോയിഡ് ഐസൊലേറ്റ് ചെയ്തിട്ട് അത് മാത്രമായിട്ടൊരു മെഡിക്കേഷൻ ആൻറ്റി ഹൈപ്പർടെൻസീവായിട്ട് കൊടുക്കുന്നവർക്ക് പലർക്കും പാർക്കിൻസൺസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് തോത് കൂടുതലായിട്ട് കണ്ടു. അപ്പോൾ ദാറ്റ് ഷോസ് ദി ഡിഫറൻസ് ഇൻ അപ്രോച്ച് ഓഫ് ഡ്രഗ് റിസർച്ച് വിത്ത് റെസ്പെക്ട് ടു മോഡേൺ മെഡിസിൻ. മോഡേൺ മെഡിസിൻ്റെതായിട്ടുള്ള അളവുകോലുകളുണ്ട്. അതുപോലെ തന്നെ ആയുർവേദത്തിന് അല്ലെങ്കിൽ ട്രഡീഷണൽ സിസ്റ്റംസിന് അതിൻ്റെ അളവുകോലുകളുണ്ട്. ഒന്ന് ചില അവസ്ഥകളിൽ രണ്ടും കൂടെ ഒന്നിച്ച് പോകുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാ സമയങ്ങളിലും എല്ലാ സമയത്തും ഇത് രണ്ടും എക്സാക്ട്ലി ഹാൻഡ് ഇൻ ഗ്ലൗസ് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് WHO ട്രഡീഷണൽ മെഡിസിൻ സിസ്റ്റംസിന് പ്രത്യേക പ്രോട്ടോക്കോൾ, അത് 2014 WHO എൻഡോഴ്സ് ചെയ്തിട്ടുള്ളതാണ്. അതനുസരിച്ചിട്ട് phase 3 ക്ലിനിക്കൽ ട്രയലിലേക്ക് നേരിട്ട് പോകാം ക്ലാസിക്കൽ മെഡിസിൻസിന്. അതുകൊണ്ടാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത് തന്നെയാണ്. മോഡേൺ മെഡിസിൻ്റെ റിഗറസ് ഓഫ് ആ ഒരു ഇതിൻ്റെ അകത്തുകൂടി കൊടുക്കാൻ പറ്റിയ മരുന്നുകളുണ്ട്. പക്ഷേ അങ്ങനെ നമുക്ക് എലൂസിഡേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം ഞാൻ പറഞ്ഞില്ലേ, വേരിയൻസുകൾ ഒത്തിരിയാണ്.
അപ്പോൾ അത് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ സത്ത അങ്ങ് പോയി, ദി ഹോൾ പർപ്പസ് ഇസ് ലോസ്റ്റ്. അതുകൊണ്ട് ദി പ്രോട്ടോകോൾ ഈസ് ഡിഫറെൻറ്റ് ഫോർ ട്രഡീഷണൽ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ വെൻ കമ്പയർഡ് ടു മോഡേൺ മെഡിസിൻ ആസ് എൻഡോസ്ഡ് ബൈ WHO. ഹലോ സാർ, എൻ്റെ സംശയം ഈ ട്രഡീഷണൽ സിസ്റ്റം എന്നുള്ള രീതിയിൽ ആയുർവേദത്തിലൂടെ പറഞ്ഞ വൃക്ഷലതാദികളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നൊക്കെയാണ് ഈ മെഡിസിൻസ് എല്ലാം ഉണ്ടാക്കുന്നത് പറഞ്ഞു. ഈ മെഡിസിൻ ഇത്രത്തോളം സസ്യങ്ങൾ എവിടെ ഇത് പ്ലാന്റ് ചെയ്യുന്നു? കാരണം ഇപ്പം പിന്നെ ഔഷധിയുണ്ട്, കോട്ടയ്ക്കലുണ്ട്, വൈദ്യരത്നമുണ്ട്, ഇങ്ങനെ നൂറുകണക്കിന് പിന്നെ ആയുർവേദ ഔഷധം ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്. ഈ കമ്പനികൾക്കൊക്കെ ഇത്രത്തോളം ആയുർവേദ സസ്യങ്ങൾ എവിടെ നിന്ന് ഉണ്ടാക്കുന്നു? അപ്പോൾ അതിനകത്തൊക്കെ ഒരുപാട് മായം കലർത്തി ഇത് മധുരവും ശർക്കരയും അതും ഇതൊക്കെ ചേർത്ത് ഇറക്കുന്നില്ല എന്നൊരു വലിയൊരു സംശയം നമുക്കുണ്ട്. കാരണം ഇത് നമുക്ക് വിശ്വസിച്ച് ഡിപ്പെൻഡ് ചെയ്ത് ശവനപ്രാശം അല്ലെങ്കിൽ ദശമൂലാരിഷ്ടം ഇതിനൊക്കെ നമുക്ക് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും? അപ്പോൾ അത് ചിലപ്പോൾ അത് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന മറുപടി ഒരിക്കലും നമുക്ക് സംതൃപ്തി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കോട്ടയ്ക്കലൊക്കെ ചിലപ്പോൾ ഈ ആയുർവേദ മെഡിസിൻസൊക്കെ നട്ടുവളർത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഔഷധ സസ്യങ്ങളൊക്കെ നട്ടുവളർത്തുന്നുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ഇത്രയും വ്യാപകമായ രീതിയിൽ മെഡിസിൻ ഉണ്ടാക്കുന്നതിന് ഇത് ഫലപ്രദമാകുമോ അല്ലെങ്കിൽ സഫീഷ്യൻ്റ് ആയിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ DAM പിന്നെ BAM ആയി പിന്നെ BAMS ആയി, സർജറിയും കൂടെ വന്നു. എനിക്കറിയാം സെക്രട്ടേറിയറ്റ് മുമ്പിലെ MBBSകാർ ദിവസങ്ങളോളം ഇത് സമരം നടത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് സർജറി തന്നു എന്നുള്ളത്. അപ്പോഴേ ഈ സർജറി എങ്കിൽ പിന്നെ BAM അങ്ങ് മാറ്റി എവിടെയെങ്കിലും സർജറി ചെയ്യുന്നുണ്ടോ? ഗവൺമെൻറ് സെക്ടറിലോ പിന്നെ കോട്ടയ്ക്കലോ അല്ലെ എവിടെയെങ്കിലും സർജറി നടന്നെങ്കിൽ പിന്നെ അങ്ങ് മാറ്റി പഴയ BAM ആക്കിയാൽ പോരോ? ഈ രണ്ട് സംശയങ്ങളാണ് എനിക്ക് പ്രധാനമുള്ളൂ. വളരെ ന്യായമായ സംശയമാണ് അങ്ങ് ഉന്നയിച്ചിട്ടുള്ളത്. ഈ ഔഷധങ്ങളുടെ ലഭ്യത, ഈ ആയുർവേദ ഔഷധങ്ങൾ ഡിഫറെൻറ്റ് ക്ലൈമാറ്റിക് സോണിൽ ഉണ്ടാവുന്നതാണ്. കേരളത്തിൽ എല്ലാ മരുന്നും ഉണ്ടാവുന്നില്ല. ഓൾ ഇന്ത്യ ബേസിലാണ് ഈ കമ്പനികളൊക്കെ മരുന്ന് കളക്ട് ചെയ്യുന്നത്. ചിലത് ഹിമാലയത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലത് വെസ്റ്റ് ബംഗാളിലാണ് ഉണ്ടാവുക, ചിലത് തമിഴ്നാട്ടിലുണ്ടാവും. അങ്ങനെ ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഈ ഇതിനുള്ള മരുന്നൊക്കെ വരുന്നത്. പിന്നെ പല സ്ഥലങ്ങളിലും മരുന്നുകൾ നട്ടു വളർത്തുന്നുണ്ട്. ഉദാഹരണമായിട്ട് കൊട്ടം മുതലായിട്ടുള്ള പല ഐറ്റംസും ഹിമാലയൻ ആ ഏരിയയിൽ നട്ടു വളർത്തുന്നുണ്ട്. അങ്ങനെയുള്ള വളർത്തുന്ന ഔഷധങ്ങൾ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിന് ലീഗൽ പ്രൊക്യൂർമെൻറ്റ് സർട്ടിഫിക്കറ്റ് വേണം. അങ്ങനെയുള്ളതേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മരുന്നില്ലാണ്ട്, അതായത് റോ മെറ്റീരിയൽസ് ഇല്ലാണ്ടല്ല മരുന്ന് ഉണ്ടാക്കുന്നത്. റോ മെറ്റീരിയൽസ് ലഭ്യമാണ്. ചില സമയത്ത് സീസണൽ വേരിയേഷൻസ് ഉണ്ടാകും. ഇപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ കഞ്ഞുണ്ണി നല്ലപോലെ തളച്ചു വളരും, വേനൽക്കാലത്ത് കഞ്ഞുണ്ണി കിട്ടില്ല. അങ്ങനെയുള്ള വ്യത്യാസം ഉണ്ടാകുന്നല്ലാണ്ട് ഈ റോ മെറ്റീരിയൽസ് കിട്ടാതെ ഔഷധ നിർമ്മാണം ഉണ്ടാകുന്നത് വളരെ ദുർലഭമാണ്. അപ്പോൾ മരുന്ന് കിട്ടാനുണ്ട്, അത് പല സ്ഥലത്തു നിന്നാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ ചോദ്യം, DAM, BAM, BAMS, ഇപ്പോൾ MS ഉണ്ട്, MD ഉണ്ട്. അതെല്ലാം ഇപ്പോൾ ഇത് ഓൾ ഇന്ത്യ DAM എന്നുള്ളത് ഇവിടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു സിലബസ് ആയിരുന്നു, അത് ഡിപ്ലോമയാണ്. അത് കഴിഞ്ഞിട്ടാണ് BAM വന്നത്. അത് വരുമ്പോൾ അതൊരു ഓൾ ഇന്ത്യ സിലബസാണ്. ഇപ്പോൾ MBBSനൊക്കെ ഉള്ളതുപോലെ തന്നെ ഓൾ ഇന്ത്യ സിലബസാണ് ഇപ്പോൾ ഉള്ള BAMSഉം MSഉം MD ഒക്കെ. ഈ സർജറി കേരളത്തിൽ നടക്കണില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ, ഉദാഹരണമായിട്ട് ഇപ്പോൾ ബനാറസ്, ജാംനഗർ, അവിടെയൊക്കെ നടക്കുന്നുണ്ട്. ഈ നടക്കുന്നത് ഒരു മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഒരു ആധുനിക ആശുപത്രിയോ നടക്കുന്ന സർജറി പോലെയല്ല. ഇത് ഇന്ന ഐറ്റംസേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ സർജറികൾ അവിടെ നടക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ക്ഷാരസൂത്രത്തിൻ്റെ കൂടെയുള്ള പൈൽസ്, ഇങ്ങനെ ലിമിറ്റ് ചെയ്തിട്ടുള്ള സർജറികൾ ആയുർവേദത്തിൽ നടക്കുന്നുണ്ട്. അതിന് ഈവൻ അനസ്തീഷ്യ കൊടുക്കാനുള്ള സംവിധാനം വരെ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ BAMS വന്നത്. അപ്പോൾ അത് തെറ്റല്ല, അത് ശരിയാണ്.